മുന്നിലെ രൂപത്തിലേക്ക് അവൾ കണ്ണിമച്ചിമ്മാതെ നോക്കി നിന്നു. ഒന്ന് ചലിക്കാനോ ശ്വാസമെടുക്കാനോ കഴിയാതെ അവനെ തന്നെ നോക്കി അതേ നിൽപ്പു നിന്നു. മുന്നിലെ ആർത്ത് പാഞ്ഞു വരുന്ന കടലിൻ്റെ അതേ അവസ്ഥയായിരുന്നു അവളുടെ മനസ്സിന്. പിടികിട്ടാത്ത പട്ടം കണക്കെ ദിശയറിയാതെ നീങ്ങുന്ന മനസ്സ്. സങ്കടമോ സന്തോഷമോ എന്നറിയില്ല. കണ്ണിൽ നിന്നും കണ്ണുനീർ പെയ്തുകൊണ്ടേയിരുന്നു. സ്വഭാവത്തിലേക്ക് വന്നതും കടൽ കാറ്റേറ്റു പാറുന്ന മുടിയിഴകൾ ഒതുക്കി വെച്ചവൾ കുറച്ചകലെയായി നിൽക്കുന്ന രൂപത്തിനടുത്തേക്ക് ഓടി. അപ്പോഴും വാക്കും മനസ്സും ആ പേര് ഉച്ചരിച്ചുകൊണ്ടിരുന്നു. അച്ചായൻ. അലസമായി ഉടുത്ത സാരിയൊന്ന് ഒതുക്കി പിടിച്ച് അവന് ലക്ഷ്യമാക്കി നീങ്ങി. അച്ഛേ. ഒരു പാവയും കയ്യിൽ പിടിച്ചൊരു കുഞ്ഞിപ്പെണ്ണവന്റെ കാലുകളിൽ വന്ന് ചുറ്റിപ്പിടിച്ചു. കടലിലേക്ക് നോക്കി നിന്നിരുന്നവൻ ആ കിളിക്കൊഞ്ചൽ കേട്ടതും ആ കുറുമ്പിയുടെ ഒപ്പത്തിനൊപ്പം ഇരുന്നു കൊടുത്തു. അവളുടെ തലയിൽ വെച്ച കുഞ്ഞു തൊപ്പി ഊർന്നു പോവാതെ ഒന്നുകൂടി എടുത്തു വെച്ച് കൊടുത്തു. അടുത്തു നിൽക്കുന്ന വണ്ടിയുടെ മറവിലേക്ക് മാറി നിന്ന് മുന്നിലെ കാഴ്ച എന്തെന്നറിയാൻ ആനിന്റെ ഉള്ളു തുടിച്ചു. അച്ഛേ, പൊടിമോക്ക് അക്രീം വാങ്ങി തരുമോ അച്ഛേ? ഇനി ഉവ്വാരു വരൂല, സത്യം. കുഞ്ഞിക്കണ്ണുകൾ കുറുക്കി ചുണ്ടു പിളർത്തി ചോദിച്ചു. അവന് ചിരി വന്നിരുന്നു. ആ കുഞ്ഞിനുള്ള ഉത്തരമായി തലയാട്ടി സമ്മതമറിയിച്ചത് അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു കാന്താരി. അവന്റെ മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. അച്ഛൻ. കാതിൽ അലയടിച്ച വാക്കുകൾ കേൾക്കെ അവളുടെ വലതു കൈ യാന്ത്രികമായി ഉദരത്തിൽ തൊട്ടിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്റെ കുഞ്ഞ്. നെഞ്ചും മാറിടവും വിങ്ങിക്കൊണ്ടിരുന്നു. അവൻ ആ കുഞ്ഞിനെ എടുത്തുപോയ വഴിയെ കുറച്ചു നേരം നോക്കി നിന്നു. വീണ്ടും അവൻ അന്വേഷിച്ചുള്ള ഓട്ടമായിരുന്നു. കുറച്ചകലെയായി അവന്റെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെയും അവൾക്ക് ഐസ്ക്രീം കൊടുക്കുന്ന അവനെയും കണ്ടു. ആ കുഞ്ഞി ചുണ്ടിൽ മുട്ടിച്ചു കൊടുക്കുന്ന ഐസ്ക്രീം അവനും നുണഞ്ഞ് കഴിക്കുന്ന ഒരു നിമിഷം അവൾ നോക്കി നിന്നു. അവളെ അത് പഴയ ഓർമ്മയിലേക്ക് എത്തിച്ചിരുന്നു. വരണേട്ടാ. അവന്റെ പുറകിൽ നിന്ന് ആരുടെയോ വിളി കേട്ടതും ആനൊരു നിമിഷം നിന്നു. ഭംഗിയിൽ സാരി ചുറ്റിയ, നീളത്തിൽ സിന്ദൂരം ചാർത്തിയ സുന്ദരിയായ പെണ്ണിന്റെ വിളി കേട്ടതും വരുണിനെ പോലെ ആനു ആ വിളി കേട്ടിടത്തേക്ക് തലചരിച്ച് നോക്കി. രേഷ്മ. ആ പെണ്ണിനെ കണ്ടതും ആനിന്റെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരി മാഞ്ഞുപോയിരുന്നു. വരുണിനെയും രേഷ്മയെയും മറഞ്ഞു നിന്ന് നോക്കി നിന്നവൾ വരുണേട്ടന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകൾ. പണ്ട് രേഷ്മയുമായി വിവാഹം കഴിപ്പിക്കാൻ നിന്നതായിരുന്നു വരുണിനെ എന്നത് അവൾ ഓർത്തെടുത്തു. അവളെ കണ്ടതും ആ കുഞ്ഞിപ്പെണ്ണവിടെ കയ്യിലേക്ക് ചാടി കയറിയിരുന്നു. അമ്മയുടെ പൊന്ന് അക്രീം കഴിക്കണോട ചക്കരെ? അമ്മയുടെ പൊടിമോളെ ഉവ്വാവ് വരൂല കാന്താരി. രേഷ്മയുടെ ചോദ്യം കേട്ടതും ആ കുഞ്ഞി ചുണ്ടുകൾ ഉന്തി വന്നു. അവളുടെ കഴുത്തിലേക്ക് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളുടെ മാറിലേക്ക് മുഖം താഴ്ത്തി കിടന്ന കുഞ്ഞ്. എന്തിനായിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത്? അന്നുണ്ടായതൊക്കെ മറന്നോ? മറന്നിട്ടൊന്നുമല്ല. അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞ് വാങ്ങിക്കൊടുക്കാൻ തോന്നി. പാവല്ലേ എൻ്റെ മോള്. കൊതിക്ക് വാങ്ങിക്കൊടുത്താ പിന്നെ എനിക്കും കുറച്ച് കഴിക്കാലോ. ചിരിയോടെ പറയുന്ന വരുണിനെ ആൻ കണ്ണീരോടെ നോക്കി. അല്ലെങ്കിൽ അച്ഛനാണല്ലോ മോളെ വഷളാക്കുന്നത്. ഞാനൊന്നും പറയുന്നില്ലേ. കുഞ്ഞിനെയും അടക്കി പിടിച്ചുകൊണ്ട് രേഷ്മയും വരുണും ആ മണൽപ്പരപ്പിലിരുന്നു. വീണ്ടും പ്രതീക്ഷകളെ തളർത്തിയ ആ വാക്കുകൾ ആനിനെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. അമ്മ. വീണ്ടും അത് തന്നെ ഉള്ളു പറഞ്ഞുകൊണ്ടിരുന്നു. കാറിനടുത്തേക്ക് പോയവൾ ഡോറ് തുറന്ന് അവനെയും അവന്റെ തോളിൽ ചാരിക്കിടക്കുന്ന രേഷ്മയും അവളുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും ഒരു വട്ടം കൂടി നോക്കി. വേഗം കാറിൽ കയറി സ്റ്റെയറിങ്ങിൽ ചാരിക്കിടന്ന് ആർത്ത് കരഞ്ഞു. പിന്നെ വേഗത്തിൽ വണ്ടിയും ഓടിച്ച് പോയി. രാത്രി ഏറെ വൈകിയാണ് അവൾ കണ്ണു തുറന്നത്. കണ്ണുനീർ വീണ് മുഖവും കണ്ണുകളും വല്ലാതെ വീർത്തിരുന്നു. മെല്ലെ എഴുന്നേറ്റിരുന്നവൾ മേശയ്ക്ക് മുകളിലെ ജഗ്ഗിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചു. ഒരു സാരിയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. ബാത്റൂമിൽ വെച്ച കണ്ണാടിയിലേക്ക് ഒരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. വെളുത്തു മെലിഞ്ഞ അവളുടെ രൂപത്തിലേക്കും നോക്കി. കറുപ്പ് വീണ കൺതടങ്ങളും ഒട്ടിയ കവിളുമെല്ലാം അവളെ പഴയ ആനിന്റെ ആ മുഖവും സൗന്ദര്യവും ഓർപ്പിച്ചുകൊണ്ടിരുന്നു. കഴിയുന്നില്ല ചായ, എനിക്ക് കഴിയുന്നില്ല. എന്നെ പറ്റിക്കായിരുന്നു. നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് എന്നെ വിട്ട് പോയെന്ന് പറഞ്ഞ് പറ്റിക്കായിരുന്നു എല്ലാവരും. കഴിയുന്നില്ല എനിക്ക്. നീ ഇല്ലാതെ പറ്റുന്നില്ലടാ. കരച്ചിലടക്കാൻ കഴിയാതെ തേങ്ങിക്കൊണ്ടിരുന്നവൾ ഷവർ തുറന്നു വെച്ച് അതിൻ്റെ താഴെയായിരുന്നു. വെള്ളത്തിനൊപ്പം കണ്ണുനീരും ഒഴുകിക്കൊണ്ടിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി മുറിയിലെ കണ്ണാടിക്ക് മുമ്പിൽ നിന്നും സാരി ഞൊറിഞ്ഞെടുക്കുമ്പോഴായിരുന്നു വയറിന് താഴെയുള്ള പാടിലേക്ക് കൈകൾ തട്ടി നിന്നത്. അതവിടെ ആ പഴയ ദിവസങ്ങളിലെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയിരുന്നു. കയ്യിലെ ആൽബം തുറന്നു വെച്ചവൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുത്തു. അച്ചായ, നിനക്കെന്നോട് പ്രേമുണ്ടോടാ? ലവ്, പ്യാർ, മൊഹബത്ത്, കാതൽ? ചുറ്റിപ്പിടിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യം കേട്ടതും അവനൊന്നും മെല്ലെ തലയിരിച്ച് അവളെ നോക്കി. കണ്ണുകൾ മിഴിച്ച് ആകാംക്ഷയോടെ ചോദിക്കുന്നുണ്ടവൾ. തിരിഞ്ഞെന്ന് തിളച്ചു പൊങ്ങുന്ന പാലിലേക്ക് പഞ്ചസാര വിതറിക്കൊണ്ട് അവളുടെ ചോദ്യത്തിന് ഉത്തരമായി ഒന്ന് മൂളിക്കൊടുത്തു.
മോളതൊക്കെ ആര് പറയടോ നായര്. കുശുമ്പ് കുത്തി വിട്ടുമാറിയവൾ ഇടുപ്പിലേക്ക് കൈരണ്ണം കുത്തിന്നവനെ ദേഷ്യത്തോടെ നോക്കി. അവളുടെ വീർത്ത് കെട്ടിയ മുഖം കണ്ടതും അവന്റെ കണ്ണിൽ കുറുമ്പ് നിറഞ്ഞു. ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. പിന്നെ തിരിഞ്ഞിന്നവൻ 2 കപ്പിലായി ചായ പകർത്തി ഒന്ന് അവൾക്കായി നീട്ടിക്കൊടുത്തതും അവനെ ദേഷ്യപ്പെട്ട് നോക്കിയവൾ അവനെ കടന്നുപോയിരുന്നു. കുശുമ്പ് നിറഞ്ഞ കലങ്ങിയ അവളുടെ കണ്ണുകൾ കാണി അവന്റെ ഉള്ളിൽ വേദന തോന്നി. അതേസമയം ഉള്ളു നിറയെ സന്തോഷവും. അവളെ തിരക്കിയിറങ്ങിയവൻ കയ്യിലെ കപ്പ് 2 മേശയ്ക്ക് മുകളിൽ വെച്ച് മുറിയിലേക്കായി നടന്നു. മുറിയോട് ചേർന്നുള്ള ബാൽക്കണിയിൽ നിന്നും പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അവൾ. മുഖത്തെ ആ ഗൗരവം ഇപ്പോഴും കുറയാതെ തന്നെയുണ്ട്. എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്നവരുടെ വയറ്റിലൂടെ ചുറ്റിപ്പിടിച്ചവൻ അടക്കി പിടിച്ചതും ദേഷ്യത്തോടെ അവനെ തട്ടിമാറ്റിയവൾ അവനിൽ നിന്നും വിട്ടുമാറി നിന്നു. എന്റെ കൃഷ്ണ, ഈ അന്നക്കുച്ചിന്റെ മുഖത്തെന്താ തേനീ ചൂത്തിയോ? മുഖം വീർത്തിപ്പോ പൊട്ടുമല്ലോ. ഇല്ല കേട്ടോ, ഒട്ടും ഭംഗിയില്ല. ഈ നായർ ചെക്കിന് ചേർന്ന പെണ്ണല്ല ഈ ആൻഡ്രിയ ജോൺ. ഞാൻ ആ സംഗീതയോട് തന്നെ ഇഷ്ടം പറഞ്ഞോളാം. താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നവൾ ഇടം കണ്ടിട്ട് നോക്കി കുറുമ്പോടെ പറഞ്ഞു. ദേഷ്യം കൊണ്ട് അവന്റെ അടുത്തേക്കായി പാഞ്ഞു വന്നിരുന്നു ആൻ. ദേഷ്യത്തോടെ, സങ്കടത്തോടെ, അത്രമേൽ പ്രണയത്തോടെ ആഴത്തിൽ അവന്റെ അധരങ്ങളിൽ തന്റെ അധരങ്ങൾ ഗാഠമായി ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റു വീണുകൊണ്ടിരുന്നു. അത്രത്തോളം ഭ്രാന്തമായ പ്രണയമുണ്ടായിരുന്നു ആ ചുംബനത്തിൽ. സ്വന്തമായതെന്തോ വിട്ടുകൊടുക്കാനാവാത്ത, നഷ്ടപ്പെടുത്താൻ കഴിയാത്ത ആഴമേറിയ പ്രണയം. ഈ നായരി ചെക്കനെ ഒരിക്കലും ഒരു നായര് പെണ്ണ് ചേരില്ല. നല്ല പോനാക്കാരത്തി അച്ചായത്തി പെണ്ണെ ചേരൂ. ഈ ആൻഡ്രിയ ജോൺ പാലമറ്റത്തെ ചേരൂ. ചുണ്ടുകൾ തമ്മിൽ വേർപ്പെടുത്തിയപ്പോൾ അവന്റെ ടീഷർട്ടിൽ പിടിച്ച് വലിച്ചടിപ്പിച്ചുകൊണ്ട് അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറയുന്നവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നവൻ. പിന്നെ അവനെ തന്നെ നോക്കിയവൾ അവന്റെ ചുണ്ടിൽ പൊടിഞ്ഞ രക്തത്തുള്ളിയെ അവളുടെ ചുണ്ടുകൾ കൊണ്ട് ഒപ്പിയെടുത്തിരുന്നു. അവനെ ഒന്ന് നോക്കിയവൾ കടന്നുപോയതും കുറച്ചു മുമ്പ് സംഭവിച്ചതിനെ പറ്റി ഓർക്കവേ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. അവളെ ഓർക്കെ ആ ചുണ്ടിൽ വീണ്ടും ഒരു ചിരി വിരിഞ്ഞു. ഹാളിലേക്ക് ചെന്നും കണ്ടു മേശയ്ക്ക് മുകളിൽ വെച്ച ചായക്കപ്പ് ചുണ്ടോട് അടുപ്പിക്കുന്നവളെ. അവൻ അവൾക്കരികിലായി ചെന്നിരുന്നു ചായക്കപ്പ് ചുണ്ടോട് ചേർത്ത്. ചൂട് ചായ ചുണ്ടിൽ തട്ടിയതും എരി വലിച്ചവൻ അടുത്തായിരിക്കുന്നവളെ നോക്കി. ഒന്നും അറിയാത്ത രീതിയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ടവൾ. പക്ഷേ ആനിന്റെ ചുണ്ടിൽ അവൻ കാണാതെ മറച്ചു വെച്ചിട്ടുള്ള കള്ളച്ചിരി അവൻ കണ്ടിരുന്നു. മുന്നിലെ ടീപ്പോയ്ക്ക് മുകളിലെ ഫോൺ ബെല്ലടിച്ചതും കാതോട് ചേർത്ത് വെച്ച്. മായിന്ന് വരില്ലവരും അവിടെ കസിൻ സെറ്റ് വിടുന്നില്ലെന്ന്, നാളത്തെ ഫ്ലൈറ്റിന് എത്താമെന്ന്. ഫോൺ ഓഫ് ചെയ്തു വെച്ചു. അവന്റെ തോളിൽ ചാരി ആ കൈക്കുള്ളിലേക്ക് ഒതുങ്ങിക്കിടന്നു. പറ വരുൺ, ഇഷ്ടമാണോടാ നിനക്കെന്നെ? ഒരു ടൈം പാസ് അല്ലാത്ത ദേ ഈ ചങ്കിനുള്ളിൽ നിറച്ചു എന്നെ മാത്രം ഒളിപ്പിച്ചിട്ടുള്ള നല്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം. തല ഉയർത്തി അവൻ്റെ നെഞ്ചിൽ വിരൽ കുത്തി ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു. വയ്യടം, നീ ഇല്ലാതെ പറ്റില്ല എനിക്ക്. എൻ്റെ ആണെന്ന് മനസ്സിന് അത്രമേൽ ഉറപ്പ് കൊടുത്തുപോയി. വിട്ടുകളയാൻ പറ്റാതെ ഈ ആൻഡ്രിയ ജോണിൻ്റെ ചങ്ക് നിറയെ ഈ നായരി ചെക്കിനോടുള്ള പ്രേമ. ജാതിയും മതവും നോക്കാതെ ഈ മനസ്സ് കണ്ട് ഈ സ്വഭാവം കണ്ട് വീണുപോയി. കണ്ണുകൾ നിറച്ച് ചോദിക്കുന്നവളെ നോക്കി ആ നെറ്റിയിൽ അധരങ്ങൾ പതിപ്പിച്ചു. ഇഷ്ടമാണെന്നോ? ദേ ഈ ചങ്ക് നിറയെ. അല്ലെങ്കിൽ ഈ വരുൺ പ്രഭാകരൻ്റെ ഓരോ അണുവിൽ പോലും എൻ്റെ ഈ അന്നക്കൊച്ചയുള്ളൂ. ഈ നായരി ചെക്കൻ്റെ അച്ചായത്തിപ്പെണ്ണ് ആൻഡ്രിയ ജോൺ പാലമറ്റത്ത്. അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചവൻ പറഞ്ഞത് സന്തോഷം കൊണ്ട് ഉള്ളിൽ നിറഞ്ഞു. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ അന്നക്കൊച്ചെ, നിന്റെ അപ്പൻ ജോൺസൺ പാലമറ്റത്ത് ഈ കാര്യം അറിഞ്ഞ എന്നെ കൊല്ലുവല്ലോടി. അങ്ങേര് രാജകുമാരായിട്ട് വളർത്തുന്ന മോളെ കട്ടുകൊണ്ടുപോയ രാവണനാവില്ല ഞാൻ. ചിരിയോടെ പറയുന്നവനെ നോക്കി അതേ ചിരി തിരിച്ചു നൽകി. ഇല്ല വരും, എൻ്റെ പപ്പ നല്ലൊരു ഓപ്പൺ മൈൻഡാണ്. നാട്ടിലെ പല പ്രേമ കേസുകളിൽ മുമ്പന്തിലുണ്ടായിരുന്നു. പരിഹാരം കാണാനും കെട്ടിച്ചു കൊടുക്കാനും. അപ്പം എൻ്റെ പപ്പയും സമ്മതിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എൻ്റെ ഇച്ഛായ 100% എൻ്റെ കൂടെ നിൽക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഇനി എതിരുന്നാലും എൻ്റെ കണ്ണീരേണ്ട ഇച്ഛായൻ്റെ മനസ്സ് മാറും. പിന്നെ അമ്മച്ചി, ഞാൻ ആദ്യം നിൻ്റെ കാര്യം ചെറിയൊരു സൂചന കൊടുത്തിരുന്നു. എങ്കിലും ചെറുതായിട്ട് വഴക്ക് പറഞ്ഞെങ്കിലും എനിക്കറിയാം എൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അവർ എതിർപ്പ് നിൽക്കില്ല. അവനെ നോക്കി ചിരിയോടെ പറഞ്ഞു. എൻ്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. അമ്മയ്ക്ക് എൻ്റെ ഇഷ്ടത്തിന് മുകളിലൊന്നുമില്ല. പക്ഷേ ഈ കാര്യത്തിൽ അമ്മയുടെ മനസ്സിൽ ഒരാളുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ രേഷ്മ. ഞങ്ങളുടെ വീടിനടുത്ത് തന്നെയാണ്. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ നോക്കിയത് എല്ലാ കാര്യത്തിനും സഹായിച്ചതൊക്കെ ഭാസ്കരനങ്ങളായിരുന്നു. അമ്മ കഴിഞ്ഞ വരവിന് പോയപ്പോൾ ഈ കാര്യം ചെറുതായിട്ട് സൂചിപ്പിച്ചിരുന്നു. എന്തോ അത് കേട്ടപ്പോൾ അവിടെ ഉള്ളിലൊരു തിരയിളകി. അവൻ്റെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ നിന്നെ എന്നിൽ നിന്ന് തട്ടി മാറ്റാൻ ശ്രമിച്ചാലും നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല ഞാൻ. എന്ന് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ അടക്കി പിടിച്ചു.
ബാംഗ്ലൂരിലെ പ്രശസ്തമായ സ്ഥാപനത്തിൽ 8 മാസങ്ങൾക്ക് മുമ്പ് ജോലിക്ക് വന്നായിരുന്നു ആൻഡ്രിയ. തനി പാലക്കാരി അച്ചായത്തിപ്പെണ്ണു, ഒരു വഴക്കാളി, ഒന്നിനും മടിയില്ലാത്ത, ആണെന്നോ പെണ്ണെന്നോ നോക്കാതെ എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്നവർ. ജോലിക്ക് വന്ന ദിവസം എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ വരുണിന് മുന്നിൽ സൗഹൃദത്തിനായി കൈകൾ നീട്ടിപ്പിടിച്ച് ഒരു പുഞ്ചിരി സമ്മാനിച്ച് കൈകളിൽ കൈ ചേർത്തും അവനെ നോക്കി ഒറ്റക്കണ്ണിറുക്കി അവളെ ദേഷ്യത്തോടെ നോക്കി കടന്നുപോയിരുന്നു വരുൺ. എന്തു പറഞ്ഞാലും എന്ത് ചോദിച്ചാലും ഒരു പുഞ്ചിരി മാത്രം തിരിച്ചു നൽകുന്ന, ജോലിയിലെ ആത്മാർത്ഥതയുള്ള, എന്താവശ്യങ്ങൾക്കും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്നവൻ, എല്ലാവർക്കും നല്ല അഭിപ്രായമുള്ളവൻ. പിന്നെ അവനെ നോക്കി അവൻ്റെ വ്യത്യസ്തമായ സ്വഭാവം നോക്കി കാണുകയായിരുന്നു ഓരോ നിമിഷവും. അവനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ്റെ സീറ്റിനടുത്ത് തന്നെ സീറ്റ് കിട്ടിയിട്ടും ഒന്നും മിണ്ടാതെ കമ്പ്യൂട്ടറിലേക്ക് മാത്രം കണ്ണു നട്ട് നിൽക്കുന്നവനെ ഓർക്കെ ആദ്യം ചിരിയാണ് വന്ന്, പിന്നെ അത് ദേഷ്യമായി മാറി. എന്താണോ നായർ, തനിക്ക് മിണ്ടാൻ ഇത്ര വിഷമം? ജോലിക്കിടയിൽ അവനടുത്തേക്ക് നീച്ചെന്നവൾ അവൻ ദേഷ്യത്തോടെ നോക്കി. ജാതി പേര് വിളിക്കരുതെന്ന് തന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല ആൻഡ്രിയ. എനിക്ക് നല്ലൊരു പേരുണ്ട്, വരുൺ പ്രഭാകർ. ഇനി എന്നെ അങ്ങനെ വിളിച്ചാൽ ഞാൻ കേട്ടുന്നെന്ന് വരില്ല. അവളെ നോക്കി പറഞ്ഞവൻ എഴുന്നേറ്റ് പോയിരുന്നു. അവനെ നോക്കി അവൾ കുറുമ്പോടെ ചിരിച്ചു. ഇനി എന്നും ഞാൻ അങ്ങനെ വിളിക്കേണ്ട നായര്, എൻ്റെ അച്ചായന, എൻ്റെ മാത്രം അച്ചായൻ. പിന്നെയും പിന്നെയും അവളുടെ കുസൃതി നിറഞ്ഞ ആ വിളി കേട്ടുകൊണ്ടിരുന്നു വരും. അവനത് കേൾക്കുന്നു. അവളുടെ പെരുമാറ്റവുമെല്ലാം ഓരോ നിമിഷം അവൻ്റെ ദേഷ്യത്തെ കൂട്ടിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ക്ഷമ നശിച്ചവൻ അവളെ കയറി തള്ളിയിരുന്നു. ചുറ്റും കൂടിയുന്നവർ പോലും ഞെട്ടിയ നിമിഷം മിഥുൻ അവനെ പിടിച്ചു വെച്ചെങ്കിലും അവൻ്റെ കൈ തട്ടിമാറ്റി വരും. ഇനി നിന്റെ ഈ വേഷം കിട്ടുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാ ഞാൻ ആരാണെന്ന് നീ ശരിക്കും അറിയാം ആൻഡ്രിയ ജോൺ. നിന്റെ പപ്പ നിന്റെ നാട്ടിലെ വലിയ രാജാവായിരിക്കും. ആ അഹങ്കാരം വെച്ച് ഇനി നീ എൻ്റെ അടുത്ത് വന്നാ. ഒരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞു പോയവനെ എല്ലാവരും പേടിയോടെ നോക്കിയിരുന്നു. ചുറ്റും നിൽക്കുന്ന ഓരോരുത്തരുടെയും മുഖത്ത് അവളോടുള്ള പുച്ഛം നിറഞ്ഞു നിൽക്കുന്ന കണ്ണീരിനിടയിലും കണ്ടു ആൻ. പിന്നെയുള്ള ദിവസങ്ങളിൽ അവൾ ഒരുപാട് മാറിയിരുന്നു. എല്ലാവരോടും ആവശ്യത്തിന് മാത്രം സംസാരിക്കുകയും എല്ലായിടത്തും ഒതുങ്ങിക്കൂടി അവനെ ശ്രദ്ധിക്കാതെ നടന്ന ദിവസങ്ങൾ. പിന്നെ എപ്പോഴും ആനിൻ്റെ ആ അവഗണന അവനെയും അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളും അവളെ തേടിക്കൊണ്ടിരുന്നു. അവളെ ഓർക്കെ അവനറിയാൻ സാധിക്കാത്ത ഒരു തരം വേദന അവൻ അലട്ടിക്കൊണ്ടിരുന്നു. അവളെ തേടി അവൻ്റെ കണ്ണുകളും അനുസരണയില്ലാതെ പാഞ്ഞിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. എനിക്ക് വരുണിനെ ഒന്ന് കാണണം മിഥുൻ. അവർ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് മായോടൊപ്പം വന്ന ആൻ പറഞ്ഞതും വരുണിൻ്റെ മുറി മിഥുൻ കാണിച്ചു കൊടുത്തു. മുറിയിൽ കട്ടിൽ കിടക്കുന്ന വരുണിനെ കണ്ടതും വാതിലൊന്ന് മുട്ടി വിളിച്ചു ആൻ. മുന്നിൽ നിൽക്കുന്ന ആനെ കണ്ട വരുണിൻ്റെ മനസ്സിലൊരു സന്തോഷം വന്ന് മൂടി. വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കായി ഒരു കുഞ്ഞു ചിരി കൈമാറി. സോറി വരുൺ, ഞാൻ ചെയ്ത തെറ്റിനൊക്കെ നിന്നോട് ക്ഷമ ചോദിക്കുക. ഒരു തമാശയ്ക്ക് വിളിച്ചു തുടങ്ങിയതായിരുന്നു, പിന്നെ എപ്പോഴും അത് സീരിയസ് ആയി മാറി. തലാഴ്ത്തിയോട് ക്ഷമ ചോദിച്ചു. ഏയ് കുഴപ്പമൊന്നുമില്ലടൂ, എനിക്ക് തന്നോട് ദേഷ്യമൊന്നുമില്ല. സോറിയാണ്, അന്ന് എനിക്ക് ദേഷ്യം സഹിക്കാൻ വയ്യാതെ അടിച്ചു പോയതാ. ഒരു പെണ്ണിനെ കൈവെക്കുന്ന തെറ്റാണെന്നറിയാം, അന്ന് പറയാൻ വന്നതായിരുന്നു. പക്ഷെ എന്തോ എൻ്റെ അഭിമാനം അതിനനുസരിച്ചില്ല. സോറി. കേട്ടത് ഒരു വാടിയ ചിരിയായിരുന്നു ആൻ്റെ മറുപടി. ഞാൻ പോവാ വരുൺ, ഇനി ഒരിക്കലും എനിക്കൊരു ശല്യമായിട്ട് ഞാൻ വരില്ല, ബുദ്ധിമുട്ടിക്കില്ല. കുറച്ച് നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷമുള്ള അവളുടെ മറുപടി അവളെ സംശയത്തോടെ നോക്കി വരും. ഞാൻ വീട്ടിലേക്ക് പോവാ, ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവുമെന്നറിയില്ല. നാളെ എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കും. അതിനു മുമ്പ് നിന്നോട് ക്ഷമ ചോദിക്കാൻ വന്ന ഈ രാത്രി. അപ്പോൾ ഓക്കേടാ. അവൻ്റെ ഉത്തരത്തിന് കാക്കാതെ തിരിഞ്ഞതും എന്തോ ഓർത്തവൾ വീണ്ടും തിരിഞ്ഞു. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു വരുൺ. ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്കത് പറയാൻ കഴിയില്ല. അത്രയും എൻ്റെ ഉള്ളിൽ ഞാൻ അടക്കിക്കൊണ്ട് നടന്നിരുന്നു. നിന്നോടുള്ള എൻ്റെ പ്രണയം, നിന്നോടൊന്നും മിണ്ടാനാ നിന്റെ പിന്നാലെ കളിയാക്കി നടന്നു. നിന്നെ എപ്പോഴും അടുത്ത് കണ്ടോണ്ടിരിക്കാനാ നിന്റെ സീറ്റിനടുത്തേക്ക് വന്ന്. നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നാനാ നിന്റെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് തന്നെ ഞാനൊരു ഫ്ലാറ്റ് എടുത്ത്. പക്ഷേ എല്ലാം വെറുതെ ആയി. നീ പറഞ്ഞ പോലെ എൻ്റെ അഹങ്കാരമായിരിക്കും. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എൻ്റെ അഹങ്കാരം ഒരിക്കലും ഒരിക്കലും മറക്കില്ല വരും. നിന്നെ ഒരിക്കലും മറക്കില്ല. സോറി വരും, ഐ എം റിയലി സോറി. നീ എന്നെ തല്ലിയാലും ഞാനിതൊരു തെറ്റ് ചെയ്യാൻ പോവാ. സംശയിച്ചെന്ന് വരുണിൻ്റെ അടുത്തേക്കായി നടന്നു വന്ന് അവൻ്റെ നെറ്റിത്തടത്തിൽ ചുംബിച്ചവൾ. സോറി വരും, എന്നോടൊന്ന് ചിരിച്ച് സംസാരിച്ചില്ല. എനിക്കത് മതി. ഇനി ചിലപ്പോൾ കാലങ്ങൾക്ക് ശേഷം കെട്ടിയവരും പിള്ളേരായിട്ട് ജീവിക്കുമ്പോൾ ഓർത്ത് ചിരിക്കാനുള്ളൊരു തമാശയായിട്ട് മാറുമായിരിക്കും ഈ നായരോടുള്ള എൻ്റെ പ്രേമം. പിന്നെ എന്ന് ഞാൻ നിന്നെ വിളിക്കാറുള്ള ഈ നായരെ എന്നുള്ള വിളി ജാതി പേര് വിളിച്ചാലോ കേട്ടോ. കെട്ടിയവനെ നായരെന്ന് വിളിക്കാമല്ലോ. എൻ്റെ കെട്ടിയവനായിട്ടാണ് വിളിച്ചത്, എൻ്റെ അച്ചായനായിട്ടാണ് വിളിച്ചത്. ഒരു തവണ ഞാൻ നിന്നെ ഒന്ന് അച്ചായെന്ന് വിളിച്ചോട്ടെ. കണ്ണു നിറച്ചവൾ കേഴും പോലെ പറഞ്ഞത് മിണ്ടാതെ തരിച്ചു നിൽക്കുന്നവരും മെല്ലെ തലയാട്ടി കാണിച്ചു.
ഇറ്റ് വീണ കണ്ണുനീർ തുടച്ചുകൊണ്ടവൾ ഒന്ന് ചിരിച്ചു. അച്ഛായ. വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞ് വിളിച്ചവൾ അവനെ കടന്നുപോയിരുന്നു. തരിച്ചു നിന്ന വരുൺ കട്ടിലേക്ക് ഇരുന്നു പോയി. എന്തോ അവളുടെ വാക്കുകൾ അവനെ വല്ലാതെ ഒലിച്ചിരുന്നു. അന്ന് രാത്രി കിടന്നുറങ്ങാൻ രണ്ടുപേർക്കും കഴിഞ്ഞിരുന്നില്ല. മനസ്സിനെ അടക്കി നിർത്താൻ കഴിയാത്ത വിധം നെഞ്ചിൽ വല്ലാതെ സങ്കടം കെട്ടി നിൽക്കുന്നുണ്ട്. ഓഫീസിൽ അന്ന് നേരത്തെ എത്തിയിരുന്നു വരുൺ. അവളെ കാണാനെന്നവണ്ണം ചുറ്റും നോക്കി നടന്നു. റെസിഗ്നേഷൻ ലെറ്ററുമായി പോവാൻ നിന്നവളെ തടഞ്ഞു നിർത്തിയിരുന്നു. സംശയത്തോടെ നോക്കിന്നവളെ നോക്കി കയ്യിലെ പേപ്പർ വാങ്ങി തുറന്നു നോക്കി വീണ്ടും മടക്കി കീറി കളഞ്ഞിരുന്നു. ആനിന്റെ സംശയത്തോടെയുള്ള നോട്ടത്തിന് ഉത്തരമായി അവളെ നോക്കി അവൻ കൈകെട്ടി നിന്നു. കാത്തിരിക്കാൻ തയ്യാറാണോ ആൻഡ്രിയ ജോൺ? ആണെങ്കിൽ എനിക്ക് വേണ്ടി, എൻ്റെ പ്രണയത്തിന് വേണ്ടി കാത്തിരിക്കാമോ? എൻ്റെ മനസ്സിലൊരു കുഞ്ഞിഷ്ടം നിന്നോട് തോന്നി തുടങ്ങിയെന്നൊരു സംശയം. ആ ഇഷ്ടം വലുതാകുന്നവരെ കാത്തിരിക്കാമോ? എന്തോ നിന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല. നീ പറഞ്ഞ പോലെ കെട്ടിയാനും പിള്ളേരൊക്കെ ആയിട്ട് ജീവിക്കുമ്പോൾ ഓർത്ത് ചിരിക്കാനേ ഈ നായരെ പ്രേമിച്ച കഥ തന്നെ ആയിക്കോട്ടെ. നിന്റെ കെട്ടിയവനായിട്ട് ഈ നായരാവുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ആൻഡ്രിയ ജോൺ പാലമറ്റത്തിന്? അവൻ്റെ കുറുമ്പോടെയുള്ള ചോദ്യം കേട്ടത് ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. സമ്മതമെന്നോണം കണ്ണീരോടെ ചിരി സമ്മാനിച്ചുകൊണ്ട് അവനെ അടക്കി പിടിച്ചിരുന്നു. അവൻ്റെ നെഞ്ചിലേക്കായി ചാരിക്കിടന്ന് കരഞ്ഞതും അവനവൾ അടക്കി പിടിച്ചു. ചുറ്റും നിന്ന കണ്ണുകളിൽ അത്ഭുതം നിറഞ്ഞു നിന്നപ്പോൾ മിഥുനും മായും പരസ്പരം നോക്കി ചിരിച്ചു. പിന്നെയുള്ള നാളുകൾ അവരുടേതായിരുന്നു. ഇണങ്ങിയും പിണങ്ങിയും സ്വപ്നങ്ങൾ കണ്ടും പരസ്പരം പ്രണയിച്ച് അവരുടെ പ്രണയത്തിൻ്റെ നാളുകൾ. ആ നാളുകളിൽ അവൾ എപ്പോഴോ അവൻ്റെ അന്നക്കൊച്ചായി മാറി. എന്താണ് നായർ ചിരിക്കുന്നേ? ആനിൻ്റെ വിളി കേട്ട വരും അവൾ നോക്കിയത് ഒന്നുമില്ലെന്ന് കണ്ണു ചിമ്മി കാണിച്ചു. കള്ളം പറയലടാ അച്ഛാ, എന്താടാ? അവൻ്റെ കൈക്കുള്ളിൽ നിന്ന് ഊർന്നിറങ്ങിയവൾ അവൻ്റെ മടിയിലേക്ക് കയറിയിരുന്നു. അവൻ അവളെ നോക്കിയതും കുറുമ്പോടെ കണ്ണ് ചിമ്മിക്കൊണ്ട് കഴുത്തിലൂടെ കൈയിട്ട് അവനെ നെഞ്ചോട് ചാരി കിടന്നു. ഏയ്, ഒരിക്കലും ഒരു തലതെറിച്ച പെണ്ണിനെ കയറി അടിച്ചതും പിന്നെ അവളെ കയറി പ്രേമിച്ചതൊക്കെ ഓർത്ത് ചിരിച്ചാടൂ. കേട്ടതും അവളും ചിരിച്ചു പോയിരുന്നു. വാ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഈ ന്യൂ ഇയർ നമുക്ക് അടിച്ചു പൊളിക്കാം. രാത്രി അവൻ്റെ കയ്യിലേക്ക് 2 കുപ്പി ബിയർ വെച്ച് കൊടുത്തു. അവൻ നെറ്റി വിളിച്ച് അവളെ നോക്കി. ദേ, ഇതൊന്നുമില്ലെങ്കിൽ എന്ത് ന്യൂ ഇയർ? നാട്ടിലായിരുന്നു ഇങ്ങനെ കരഞ്ഞു വിളിക്കേണ്ടി വരില്ലായിരുന്നു എനിക്ക്. ഒറ്റ തവണ പ്ലീസ്. അവനെ പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊടുക്കുക. രണ്ടുപേരും നന്നായി കുടിച്ചിരുന്നു. അതിനിടയിലെ പിണക്കത്തിനും ഇണക്കത്തിനും ഒടുവിൽ എപ്പോഴോ മനസ്സിനൊപ്പം ശരീരത്തെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രണയത്തിന് പൂർണ്ണത വന്ന രാത്രി, രണ്ടുപേരുടെയും ശരീരങ്ങൾ ഒന്നായ രാത്രി, അവരവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചൊരു പുതുവർഷം. സോറി ഞാൻ അപ്പോഴത്തെ അവസ്ഥയിൽ പറ്റിപ്പോയതാ. കരയുന്ന അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. നീ എന്നോട് ക്ഷമ ചോദിക്കരുത് വരും, എന്നെ കൂടി തെറ്റ്. അപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല, സ്വന്തം മനസ്സിനെയോ ശരീരത്തിനെയോ പോലും. അപ്പോഴേക്ക് മേശയ്ക്ക് മുകളിലെ ഫോൺ ബെല്ലടിച്ചിരുന്നു. വരുണത് ചെവിയോട് ചേർത്ത് വെച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴും ആനിന് തലക്ക് വല്ലാത്ത ഭാരം തോന്നിയിരുന്നു. മിഥുന, അവനെ ഞാൻ കുളിക്കാനായി പറഞ്ഞുവിട്ടിട്ടുണ്ട്. നീ വേഗം നിന്റെ ഫ്ലാറ്റിലേക്ക് ചെല്ല്. നിന്നെ ഇവിടെ കണ്ടാൽ അവന് സംശയം തോന്നും. അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്നിറങ്ങാൻ നിന്നു. വരുണിനെ വീണ്ടും തിരിഞ്ഞു നോക്കിയാൻ. ഒരിക്കലും നിന്നെ ഒറ്റക്കാക്കില്ല നിന്റെ ഇച്ഛായ. എന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കും, കൂടെ ഉണ്ടാവും. ശരി. പാറിപ്പറന്ന മുടിയിഴകളെ ചെവിക്കിടയിലേക്ക് ഒതുക്കി കൊടുത്തവൻ അവളെ സമാധാനിപ്പിച്ച് അവളുടെ ഫ്ലാറ്റിലേക്ക് അയച്ചു. പിന്നെ ആ കാര്യം അവരും മറന്നിരുന്നു. ആരും അറിയാതെ അവർക്കിടയിൽ മാത്രം ഒതുങ്ങിയ രഹസ്യം. ഇച്ചായ ഫ്ലാറ്റിലേക്ക് സർപ്രൈസായി വന്ന് കയറിയ ആൽബിനെ ആൻ സന്തോഷം അടക്കാൻ കഴിയാതെ കെട്ടിപ്പിടിച്ചു. അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ മാറ്റത്തെ എണ്ണിപ്പെറുക്കി പറഞ്ഞുകൊണ്ടിരുന്ന ആൻ അവളുടെ ഇച്ചായനെ മിഥുനെയും വരുണിനെയും പരിചയപ്പെടുത്തി കൊടുത്തു. ആ ഏട്ടൻ്റെയും അനിയത്തിയുടെയും സ്നേഹം കണ്ട് നിൽക്കുകയായിരുന്നു അവർ 3 പേരും. പിന്നെ അനിമോളെ, നിനക്ക് പോരെടുക്കാൻ നാത്തൂന് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ആനിക്കൊച്ചിൻ്റെ പരാതി മാറുമല്ലോ. ഒന്നിച്ച് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആൽബിൻ അത് പറഞ്ഞത്. അത് കേട്ടത് ആൻ സന്തോഷത്തോടെ അവനെ നോക്കി. പിന്നെ വിഷമത്തോടെ ചുണ്ടൂർപ്പിച്ചു. ഒരു വാക്കിനോട് പറഞ്ഞില്ലല്ലോ ഈ ചായ. പരിഭവത്തോടെ ചുണ്ടൂർപ്പിച്ച് മാറിയുന്നവൾ. നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. എൻ്റെ ആനിമോൾക്ക് വിഷമമായോ? അവളെ സമാധാനിപ്പിക്കാനെന്നവനെ ചേർത്ത് പിടിച്ചു. എന്നോട് പിണക്കം മാറ്റിയില്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ പെണ്ണിന് കൊടുക്കും കേട്ടോ, വേണോ? കളിയാലെ പറഞ്ഞത് അവനെ ദേഷ്യത്തോടെ നോക്കി. അയ്യടാ. പിന്നെ അടുത്ത മാസം മനസ്സമ്മതം. എനിക്ക് പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടതുകൊണ്ട് കെട്ടുകാലിയാണ് എത്ര പെട്ടെന്ന് നടത്തുന്നത്. നിങ്ങൾ 3 പേരും വരണം ഇവൾക്കൊപ്പം. അവൻ്റെ തോളിലേക്ക് ചാരിക്കിടന്ന് വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൻ അവരുടെ ഓരോ തമാശയും കുറുമ്പുകളും കണ്ടും കേട്ടും വരുണും മിഥുനും മായും. ഈ ചായൻ അവൾക്കായി കൊണ്ടുവന്ന ഓരോന്നും ആൻ കൊതിയോടെ നോക്കിക്കൊണ്ടിരുന്നു. കൊച്ച്, ഞാൻ ഇറങ്ങും കേട്ടോ.
യാത്ര പറഞ്ഞിറങ്ങിയതും കരഞ്ഞു പോയിരുന്ന രണ്ടുപേരും. അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് എല്ലാവരോടും യാത്ര പറഞ്ഞു. അവളുടെ വിഷമത്തെ വരുണിന്റെ തോളിൽ ചാരി തീർത്തിരുന്നു ആൻ. അവന്റെ സാമീപ്യം അവൾക്ക് നേരിയ ആശ്വാസം തോന്നിയിരുന്നു. നാട്ടിലേക്ക് അവളുടെ ഇച്ചായന്റെ കല്യാണം കൂടാൻ 4 പേര് ഒന്നിച്ചായിരുന്നു പോയിരുന്നത്. നാടും വീടുമെല്ലാം നോക്കിയവർ നടന്നു. പപ്പയുടെ കിലുക്കാൻ പെട്ടിയായും ഇച്ചായന്റെ കുഞ്ഞിപ്പെങ്ങളായും അമ്മച്ചിയുടെ ജീവനൊക്കെയായി മാറുന്ന ആനിനെയായിരുന്നു അവിടെ വരുൺ കണ്ടത്. നാട്ടിലെത്തിയത് പ്രമാണിച്ച് അവിടെ അമ്മച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കിയ നല്ല കപ്പയും മത്തിക്കറിയും മറ്റൊക്കെയായി വയറു നിറച്ച് ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ. കല്യാണം അടുക്കുന്തോറും ഇച്ചായന്റെ കൂടെ തന്നെ എല്ലാത്തിനും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ആൻ. കൂട്ടുകുടുംബമെല്ലാം ചേർന്ന് ആഘോഷമാക്കിയ വിവാഹം. അവളുടെ സന്തോഷവും നിറഞ്ഞ ചിരിയുമെല്ലാം നോക്കിക്കണ്ടു. ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാം, നിങ്ങൾ പൊക്കോട്ടോ. പോവാനിറങ്ങിയ വരുണിനെയും മിഥുനെയും മായയെ യാത്രയാക്കിയ ആൻ. എല്ലാവരെയും യാത്രയാക്കിയവൾ അകത്തേക്ക് കയറിപ്പോയി. എന്തോ അസ്വസ്ഥ പോലെ തോന്നിയതും മുറിയിലേക്ക് കയറി വാതിലടച്ചു. പേടി മുറുകിയ മനസ്സുമായി കയ്യിലെ പ്രഗ്നൻസി കിറ്റ് കയ്യിലെടുത്തു. മനസ്സിലൊരായിരം തവണ പ്രാർത്ഥിച്ചുകൊണ്ടവൾ അതിലേക്ക് നോക്കിയിരുന്നു. അവളുടെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ട് 2 പിങ്ക് കളർ തെളിഞ്ഞു വന്നു. ഒരേ സമയം സന്തോഷവും സങ്കടവും തോന്നിയ ആനിന്. കുറച്ച് ദിവസമായി നേരിയ സംശയം തോന്നിയിരുന്നു. പിന്നെ ഇച്ചായന്റെ കല്യാണത്തിരകൾ കൊണ്ടുള്ള ക്ഷീണവും ബുദ്ധിമുട്ടൊക്കെയാണെന്ന് കരുതി. പക്ഷേ ഇന്ന് ആ സംശയത്തിനുള്ള ഉത്തരം കിട്ടിയിരിക്കുന്നു. അറിയാതെയാണെങ്കിലും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാതെയാണെങ്കിലും താനും ഒരു അമ്മയാവുന്നു. തളർച്ചയോടെ നിലത്തേക്ക് ഇരുന്നു പോയി. കയ്യിൽ ചുരുട്ടി പിടിച്ച പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലെ പിങ്ക് കളറിൽ നോക്കി കുറേ നേരം ഇരുന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ ഫോണെടുത്ത് വരുണിനെ വിളിച്ചു. പക്ഷെ കിട്ടുന്നില്ലായിരുന്നു. ഫ്ലൈറ്റിലാവുമെന്ന് തോന്നിയതും വേഗം ഫോൺ ഓഫ് ചെയ്ത് കട്ടിലേക്ക് ചാരി കിടന്നു. 2 ദിവസം സന്തോഷത്തോടെ അവർക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും കഴിഞ്ഞില്ല. മനസ്സിൽ അടക്കി പിടിച്ച ആ വലിയ രഹസ്യത്തെക്കുറിച്ചുള്ള ഭയമായിരുന്നു. മനസ്സിന്റെ ക്ഷീണം ശരീരത്തെയും ബാധിച്ച് തുടങ്ങിയിരുന്നു. എന്നതാ കൊച്ചേ നിനക്ക് പറ്റിയത്? വല്ലാണ്ട് അങ്ങ് വാടിപ്പോയല്ലോ എൻ്റെ കുഞ്ഞ്. മേരിയുടെ സഹതാപം പറച്ചിൽ കേട്ടതും കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം തൊണ്ടയിൽ തട്ടിയിരുന്നു. പെട്ടെന്ന് ചുമച്ചതും എല്ലാവരും പേടിയോടെ അടുത്തേക്ക് വന്നു. കണ്ടോ, നോട്ടം കിട്ടിയതാ. ആ സിസിലി എൻ്റെ കൊച്ചിനെ അന്ന് കണ്ണ് വെച്ചാ പോയെ. അവളുടെ കണ്ണീറ് കൊണ്ടതാ എൻ്റെ കൊച്ചിന്. ഹോ, എൻ്റെ കുഞ്ഞിൻ്റെ സൗന്ദര്യത്തെ പറ്റി എന്നൊക്കെയാ പറഞ്ഞിരുന്നേ. എന്തോ കേട്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ എല്ലാവരുടെയും സ്നേഹത്തിന് മുമ്പിൽ താൻ ചെറുതായ പോലെ തോന്നിയ ആനിന് എല്ലാവരുടെയും വിശ്വാസത്തെ തകർത്ത പോലെ തോന്നി. ഇച്ചായൻ തിരിച്ചു പോകുന്നതിന് മുമ്പ് തന്നെ ബാംഗ്ലൂരിലേക്ക് പോന്നു. വീട്ടുകാർ ഒരുപാട് നിർബന്ധിച്ചിട്ടും യാത്ര ഒഴിവാക്കാൻ തോന്നിയില്ല. വരുണിനെ കാണാൻ തോന്നി. ഒന്ന് ഉറക്കെ കരയാൻ തോന്നി. എങ്ങനെയോ ബാംഗ്ലൂർ എത്തിയതെന്നറിയില്ല. അത്രത്തോളം മനസ്സ് മരവിച്ചിരുന്നു. തൻ്റെ കോലം കണ്ടതും മായ സംശയത്തോടെ അടിമുടി നോക്കി. അവളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ മുറിയിലേക്ക് നടന്നു. കുറെ കഴിക്കാൻ വിളിച്ചെങ്കിലും ചെന്നില്ല. എനിക്ക് വരുണിനെ ഒന്ന് കാണണം മായ, ഇപ്പം തന്നെ കാണണം. അവരോട് വരാൻ പറയൂ. ചായ കൊണ്ടുവന്ന മായോട് അതുമാത്രം പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലേക്ക് വീണ്ടും കിടന്നു. അവിടെ അവസ്ഥ മനസ്സിലാക്കിയ മായ വേഗം വരുണിനെ വിളിച്ചിരുന്നു. അവിടെ ഇപ്പോഴത്തെ അവസ്ഥയെല്ലാം വരുണിനെ പറഞ്ഞു മനസ്സിലാക്കി അവിടെ മുറിയിലേക്ക് അയച്ചു. എന്താണോ പറ്റി? തിരിഞ്ഞു കിടക്കുന്ന ആനിൻ്റെ തലയിൽ തലോടി ചോദിച്ച് സഹിക്കാൻ കഴിഞ്ഞില്ല. ഏങ്ങലടിയോടെ വീണ്ടും കരഞ്ഞു. പറ, എന്താ എൻ്റെ അന്ന കൊച്ചിനെ പറ്റിയേ? അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ചോദിച്ചു. അവനെ അടക്കി പിടിച്ച് അവൾ ആർത്ത് കരഞ്ഞിരുന്നു. അവളുടെ തലയിൽ തലോടിക്കൊണ്ടേയിരുന്നു വരുൺ. ഞാൻ പ്രഗ്നൻ്റാണ് വരുൺ. അവൻ്റെ നെഞ്ചോട് ചേർന്നിടുന്നെന്നെ പറഞ്ഞു. അത്രയും നേരം അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞ ആ കുഞ്ഞു ചിരി മാഞ്ഞിരുന്നു. ഞെട്ടിക്കൊണ്ട് അവളെ മുഖമുയർത്തി നോക്കി നിന്നു. അവൻ്റെ അപ്പോഴത്തെ ആ ഭാവം എന്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. മുഖത്ത് ഒരു നിമിഷം തന്നെ മിന്നുമായുന്ന സന്തോഷവും പേടിയുമെല്ലാം അവളുടെ നെഞ്ചിൽ വല്ലാത്ത വേദന സൃഷ്ടിച്ചു. എന്താ നീ പറഞ്ഞേ? പ്രഗ്നൻ്റോ? സത്യമാണോ? താൻ ഉറപ്പിച്ചോ? ഉത്തരമെന്ന വണ്ണം തലയാട്ടി കാണിച്ചു. തെളിവിനായി ബാഗിനറിയിൽ വെച്ച പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് അവനെ കാണിച്ചു കൊടുത്തു. അവൻ അതിലേക്ക് അവളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ആൻ, എന്താ ചെയ്യുക? നീ പറ, നിന്റെ തീരുമാനം പോലെ. വീട്ടുകാരുടെ സത്യങ്ങളെല്ലാം തുറന്നു പറയാം. അവരുടെ സമ്മതത്തോടെ നമുക്ക് വിവാഹം കഴിക്കാം. ഞാൻ നോക്കിക്കൊള്ളാം നിന്നെ, നമ്മുടെ കുഞ്ഞിനെ. അവിടെ അടുത്തേക്കിരുന്നോട് ചോദിച്ച മുഖം പൊത്തി കരഞ്ഞു. എൻ്റെ കല്യാണം നോക്കി തുടങ്ങി. അതുകൂടി അറിഞ്ഞപ്പോഴാണ് പേടി കൊണ്ട് ഞാൻ വേഗം തിരിച്ചു വന്ന്. വരും, എനിക്ക് പേടിയാവുന്നുണ്ട്. എന്താണോ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറയാം? എൻ്റെ അമ്മയോടും പപ്പയോടും ഇച്ചാനോടൊക്കെ ഞാൻ എന്താ പറയാം? എന്നെ സ്നേഹിക്കുന്ന അവരെ ചതിച്ചവളാവില്ലേ ഞാൻ? അവർ വഞ്ചിച്ചവളാവില്ലേ? കുടുംബത്തിൻ്റെ മാനം കളഞ്ഞവളാവില്ലേ? എന്നോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ഒറ്റയ്ക്കെന്നെ ഇവിടേക്ക് പറഞ്ഞയച്ച് എല്ലാ സ്വാതന്ത്ര്യവും തന്ന് ഞാൻ മരിച്ചു പോകും. വരും, എനിക്ക് സഹിക്കാൻ കഴിയും. ഏങ്ങലടിയോടെ താഴേക്ക് ഊർന്നു വീണിരുന്നു. വരുണിന്റെ കൈകൾ അവളെ ചുറ്റിപ്പിടിച്ചു. ഹോസ്പിറ്റലിൽ അവൾക്ക് ചുറ്റിയിരുന്ന 3 പേരും മൗനമായിരുന്നു. അവളുടെ കണ്ണുകൾ അനുസരണയില്ലാതെ ഒഴുകിയിറങ്ങി. എന്താ രണ്ടുപേരുടെയും തീരുമാനം? ഓരോന്ന് ചെയ്തു കൂട്ടിയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരുന്ന പറ്റുമോ? ദിവസം പോകുന്നതിനനുസരിച്ച് കാര്യങ്ങൾ കൈവിട്ടു പോകും. ഫ്ലാറ്റിലെ മൂകത്തിലിരിക്കാനും 4 പേരും.
മിഥുൻ ശാസനയോട് അവർ രണ്ടുപേരെയും നോക്കി പറഞ്ഞു. മായയുടെ നെഞ്ചിൽ ചാരിക്കിടന്ന് ആൻ എല്ലാം കേട്ടിട്ടും പ്രതികരിക്കാതെ കിടന്നു. വരുൺ നെറ്റിയിൽ കൈവച്ച് കുനിഞ്ഞിരുന്നു. എടാ, ഇപ്പൊ നമ്മൾ 4 പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും പറ. ഒന്നിൽ 2 പേര് വിവാഹം കഴിച്ച് ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തണം, അല്ലെങ്കിൽ... മിഥുനം നിർത്തി. വരുൺ ആന തലയുയർത്തി പരസ്പരം നോക്കി. ചോദ്യഭാവത്തിൽ 2 പേരും മിഥുനെ നോക്കി. അല്ലെങ്കിൽ ആരും അറിയാതെ കളയണം, ഐ മീൻ അബോർഷൻ. കേട്ടതും ആൻ ഭീതിയോടെ വരുണിനെ നോക്കി. അവന്റെ മുഖത്തും വല്ലാത്ത ഭാവമായിരുന്നു. വേണ്ട വരുൺ, വേണ്ട, കൊല്ലണ്ട. നമ്മുടെ കുഞ്ഞല്ലേ, നമ്മുടെ കുഞ്ഞിനെ കൊല്ലണ്ട. വളർത്താണ് നമ്മുടെ കുഞ്ഞിനെ. നമ്മുടെ തെറ്റിന്റെ പേരിൽ അതിന്റെ ജീവനെ നശിപ്പിച്ച ദൈവം പോലും പൊറുക്കില്ല നമ്മളോട്. വരുണിന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അവൾ അവനെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് കരഞ്ഞു. അവനും കരയുന്നുണ്ടായിരുന്നു. നീ ചെന്ന് റെഡിയായിട്ട് വാ, നമുക്ക് നാട്ടിലേക്ക് പോവാം. അവരോട് സത്യമെല്ലാം തുറന്നു പറഞ്ഞ് വിവാഹത്തിന്റെ കാര്യം പറയാം. അവന്റെ നിർബന്ധത്തിൽ വീണ്ടും അവിടേക്ക് തിരിച്ചു. എന്നാ കൊച്ചേ, നീ എന്നാത്തിനെ തിരിച്ചു വന്നേ? എന്റെ കുഞ്ഞിനെ എന്നാ പറ്റിയേ? രാത്രി വന്നു കയറി ആനിനെ കണ്ടതും എല്ലാവരും ഉമ്മറത്തേക്ക് വന്നു. അവളുടെ മുഖവും രൂപവും അവർക്ക് അന്യമായിരുന്നു. അത്രത്തോളം വല്ലാത്തൊരു രൂപവും ഭാവവും. എന്നാ വെച്ചേ, എന്നാ പറ്റി നിനക്ക്? വയ്യേ? അവളുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ തൊട്ടു നോക്കിക്കൊണ്ട് ആൽബിൻ അവളോട് ആധിയോടെ ചോദിച്ചു. അവര് 2 പേരെയും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഇരുത്തി. ആ, ഇനി പറ, എന്നതാ എന്റെ കൊച്ചിന്റെ പ്രശ്നം? പപ്പയുടെ വാത്സല്യത്തോടെയുള്ള ചോദ്യം കേട്ടതും കരഞ്ഞുകൊണ്ട് ആ കാലുകളിൽ വീണു. അവളുടെ പെരുമാറ്റം കണ്ടതും എല്ലാവരും ഞെട്ടിയിരുന്നു. പരസ്പരം മുഖത്തോട് മുഖം നോക്കി അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. ആ കാലുകളിൽ വീണ് കരഞ്ഞുകൊണ്ടേയിരുന്നു ആൻ. എന്നോട് ക്ഷമിക്കൂ പപ്പ, എന്നെ വെറുക്കല്ലേ പപ്പ, എന്നെ മറന്നേക്കല്ലേ, പറ്റിപ്പോയി, അറിയാണ്ട് പറ്റിപ്പോയത്, സോറി പപ്പ. കാലുകളിൽ പിടിച്ചുകൊണ്ട് തന്നെ അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ കണ്ണുനീർ അയാളുടെ കാലുകളെ നനച്ചുകൊണ്ടിരുന്നു. വരുൺ അപ്പോഴേക്കും വന്ന് അവളെ പിടിച്ചു മാറ്റിയിരുന്നു. വരുൺ തന്നെ അവരോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. പേടിയോടെ പരസ്പരം മുഖത്തേക്ക് നോക്കി. ജോൺ ഒരു നിമിഷം അവിടെ ഇരുന്നു പോയിരുന്നു. എല്ലാവരും ഭയത്തോടെ അയാളുടെ അടുത്തേക്ക് പോയി. പപ്പ, സോറി പപ്പ, എനിക്കെൻ്റെ കുഞ്ഞിനെ വളർത്തണം പപ്പ, എനിക്ക് വേണം എൻ്റെ കുഞ്ഞിനെ, എന്നോട് ക്ഷമിക്കും പപ്പ, ഞങ്ങളുടെ കല്യാണം നടത്തി തരാമോ? ഇച്ചായ, അമ്മച്ചി, എന്നെ വെറുക്കല്ലേ. എല്ലാവരുടെയും കാലുകളിൽ പിടിച്ച് കെഞ്ചി കരഞ്ഞുകൊണ്ടിരുന്നവൾ അവളെല്ലാവരും ദേഷ്യത്തോടെ നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു. എന്റെ മാതാവേ, എങ്ങനെ തോന്നിയടി നിനക്ക് ഇങ്ങനെ ഈ കോലത്തിന് ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കാൻ? പോടി, ഇറങ്ങി പോടി. ഇതിനാണോടി ഇത്രയും നിന്നെ വളർത്തി വലുതാക്കിയത്? കുടുംബത്തിന്റെ മാനം കെടുത്തില്ലേടി? നല്ലൊരു ആലോചന വന്ന് ഇഷ്ടപ്പെട്ടതായിരുന്നു ഞങ്ങൾക്ക്. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലായിരുന്നോ ഇവൾ ഒറ്റയ്ക്ക് അവിടേക്ക് വിടരുതെന്ന്? ഇപ്പൊ കണ്ടില്ലേ? എനിക്കറിയില്ല കർത്താവേ, ഞാൻ എന്ത് ചെയ്യും? മേരി തലക്കടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ആൻ തളർച്ചയോടെ അവളുടെ കാലിൽ പിടിച്ച് കരഞ്ഞത് അവരവളെ തട്ടി മാറ്റി. ഇനി നീയായിട്ടൊരു ബന്ധമില്ല, ഇന്നത്തോടെ തീർന്നു നിന്നോടുള്ള എല്ലാ ബന്ധവും. എങ്ങനെ തോന്നിയടി ഒരന്യമധ്യപ്പെട്ട ഒരുത്തന്റെ കൊച്ചിനെ വായിച്ചിട്ട് ഇവിടെ കയറുവാൻ? ഇനി പള്ളിക്കാരും പട്ടക്കാരും പറഞ്ഞ കുടുംബത്തോടെ ചത്താ മതി. ഇറങ്ങിപ്പോ, ഇനി നിന്നെ കണ്ടുപോരുത്, എവിടെങ്കിലും പോയി തൊലയടി. അവിടെ മുന്നിൽ ആ വീടിന്റെ വാതിൽ കൊട്ടിയടഞ്ഞിരുന്നു. വരുണിന്റെ വീട്ടിൽ അത് തന്നെയായിരുന്നു അവസ്ഥ. അവർ നിരാശയോടെ തിരിച്ചുപോയി. 2 ദിവസത്തിന് ശേഷം ചെറിയ രീതിയിൽ അവരുടെ വിവാഹം നടത്തി. കുറെ സമയമെടുത്തിട്ടാണെങ്കിലും അവർ പഴയ പോലെ മാറി തുടങ്ങിയിരുന്നു. 2 വീട്ടിൽ നിന്ന് അവരെ പാടെ അവഗണിച്ചു. വൈകാതെ പൂർണ്ണമായും അവരവരുടെ കുഞ്ഞു ലോകത്തേക്ക് ഒതുങ്ങിക്കൂടി. പിന്നെയുള്ള കാലം അവരുടെ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. നോക്കച്ചാ, കുഞ്ഞിന്റെ കാല് നോക്ക്. വയറിൽ പതിഞ്ഞ കുഞ്ഞിക്കാര് കണ്ടതും ആൻ സന്തോഷത്തോടെ അവന് വിളിച്ച് കാണിച്ചു കൊടുത്തു. 8ാം മാസത്തെ സ്കാനിങ് കഴിഞ്ഞ് വരികയായിരുന്നു അവർ. അവരുടെ ശ്രദ്ധ തിരിഞ്ഞതും കാറിനെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഒരു ടിപ്പർ പാഞ്ഞുപോയിരുന്നു. അവസാനമായി അവന്റെ കൈകൾ അവളിലേക്ക് നീണ്ടുപോയെങ്കിലും കഴിഞ്ഞില്ല. നേരിയ കാഴ്ചയിൽ അവന്റെ മങ്ങിയ ശരീരം ഇപ്പോഴും കണ്ണിൽ കാണുന്നുണ്ട്. അച്ചായ! ആൻ ഞെട്ടിക്കൊണ്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കി. ഇരുട്ട് വീണ മുറിയിലേക്ക് നോക്കി കിടന്നു. 3 വർഷം, തൻ്റെ ജീവിതത്തിലെ 3 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. അന്ന് ആക്സിഡന്റിന് ശേഷം കണ്ണു തുറന്നപ്പോൾ താൻ ഓസ്ട്രേലിയയിലായിരുന്നു, ഈ ചായൻ്റെ അടുത്ത്. ഉണർന്നപ്പോൾ തൻ്റെ ഉദരം ശൂന്യമായിരുന്നു. ആ കുഞ്ഞു ജീവന്റെ തുടിപ്പറിയാൻ കഴിഞ്ഞില്ല. ഈ ചായൻ ആദ്യത്തെ പോലെ അടുപ്പം കാണിച്ചില്ലെങ്കിലും തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു. ഈ ചായൻ്റെ ഭാര്യ ഡെയ്സി ചേച്ചി എന്നും തനിക്കൊരു കൂട്ടായിരുന്നു. എന്നും തുറന്നു പറയാൻ കഴിയുന്ന, തൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന കൂട്ടുകാരി. ആക്സിഡന്റ് സംഭവിച്ച് 3-4 ആഴ്ചയ്ക്ക് ശേഷമാണ് തനിക്ക് ബോധം വീണ്. അന്നും തൻ്റെ കണ്ണുകൾ അച്ചായനെയും കുഞ്ഞിനെയും തേടിക്കൊണ്ടിരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം അവർ മൗനത്തോടെ തള്ളിമാറ്റി. ഒരിക്കൽ ക്ഷമ നശിച്ച് താൻ ബഹളം വെച്ചുകൊണ്ടിരുന്നു. ഒന്നും കഴിക്കാതെ എല്ലാവരോടുമുള്ള വാശി, സാധനങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തൻ്റെ ദേഷ്യത്തെയും വാശിയെയും തീർത്തു. അന്ന് ഈ ചായൻ്റെ വാക്ക് കേട്ടതും മരിച്ചു പോയാൽ മതിയായിരുന്നു എനിക്ക് തോന്നി. നിന്റെ കുഞ്ഞും കെട്ടിയവനും പോയി, ഈ ഭൂമി തന്നെ പോയി.
അതുമാത്രം പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയിരുന്നു. കുറെ നേരം ചലനമറ്റ് നിന്നു. ശരീരം തളരുന്ന പോലെ തോന്നി. കുഴഞ്ഞു വീണിരുന്നു. കണ്ണു തുറക്കുമ്പോൾ ഡെയ്സി ചേച്ചി തൻ്റെ കൂടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. രാത്രി ആരുമറിയാതെ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. കയ്യിൽ കിട്ടിയ ബ്ലേഡ് എടുത്ത് കൈത്തണ്ടയിൽ വരഞ്ഞിരുന്നു. കണ്ണുകൾ അടഞ്ഞു പോയപ്പോൾ ഉള്ളിൽ തെളിഞ്ഞു വന്ന് തന്നെ കാത്തിരിക്കുന്ന വരുണിനെയായിരുന്നു. അവൻ്റെ കയ്യിൽ ഞങ്ങളുടെ പ്രാണനെ. ഒരു കുഞ്ഞി ചിരിയോടെ നിൽക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിൻ്റെ തെളിച്ചമില്ലാത്ത മുഖമായിരുന്നു. മാനസികമായി ആകെ തകർന്നു. പിന്നെയും കാലങ്ങൾ വേണ്ടി വന്നു തൻ്റെ ആ അവസ്ഥയിൽ നിന്നും മാറ്റം വരാൻ. കൗൺസിലിങ്ങും മറ്റുമായി തൻ്റെ ഏകാന്ത ജീവിതത്തെ തൻ്റെ തളർന്ന മനസ്സിനെ മാറ്റിയെടുത്തു. അപ്പച്ചന് വയ്യെന്നറിഞ്ഞതും ഇച്ചാനും ഇച്ചേച്ചിക്കൊപ്പം നാട്ടിലേക്ക് തിരിച്ചു പോന്നു. ഇന്ന് നാട് മുഴുവൻ കാണാൻ ആഗ്രഹം തോന്നി. അങ്ങനെ ചെന്നുപെട്ടതാണ് ബീച്ചിൽ. പക്ഷെ അവിടെ താൻ കണ്ടത് തൻ്റെ പ്രാണനെയായിരുന്നു. പക്ഷെ അവൻ്റെ കൂടെയുള്ള ആ കുഞ്ഞിനെയും രേഷ്മയും കണ്ടതും തകർന്നു പോയിരുന്നു. നഷ്ടപ്പെട്ടെന്ന് കരുതിയത് പ്രതീക്ഷിക്കാതെ കണ്ടുകിട്ടിയെങ്കിലും മറ്റൊരാളത് സ്വന്തമാക്കിയിരുന്നു. രാവിലെ എല്ലാവർക്കൊപ്പം കഴിക്കാതിരുന്നപ്പോഴൊന്നും മിണ്ടിയില്ല. കഴിക്കാതിരുന്നു അമ്മ കാര്യം തിരക്കി. അപ്പോഴും മൗനമായിരുന്നു. പപ്പക്കും ഇച്ചാനും ചെറിയ പരിഭവം ഇപ്പോഴുമുണ്ട്. എൻ്റെ അച്ചായനും കുഞ്ഞിനെ എന്നാ പറ്റി? അവരടക്കിയിട എനിക്കൊന്ന് കാണണം. തൻ്റെ ചോദ്യം കേട്ടതും പപ്പയൊന്നും ഞെട്ടിയിരുന്നു. പക്ഷെ അതിനുള്ള ഉത്തരം പറഞ്ഞില്ല. കഴിച്ചുകൊണ്ടിരുന്നു. ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്നു മേശയ്ക്ക് മുകളിലെ പാത്രങ്ങൾ എടുത്തെറിഞ്ഞു. ഒരു ഭ്രാന്തിയെപ്പോലെ അലറി. തൻ്റെ രൂപവും ഭാവവും കണ്ടവർ എഴുന്നേറ്റു. പൊട്ടിയ പ്ലേറ്റിന്റെ ചില്ലും കഷ്ണം എടുത്തു പിടിച്ചുകൊണ്ട് അവരെ എല്ലാവരെയും നോക്കി. എല്ലാം നഷ്ടപ്പെട്ടവളാ ഞാൻ. എല്ലാം എൻ്റെ അച്ചായനെയും കുഞ്ഞിനെയും സ്വപ്നങ്ങളെയും എല്ലാം നഷ്ടപ്പെട്ടവൾ. ഇനിയും എന്നെ ഭ്രാന്ത് പിടിപ്പിച്ച എനിക്ക് നഷ്ടപ്പെട്ട പപ്പയ്ക്കും അമ്മയ്ക്കും നഷ്ടപ്പെടും ഈ മകളെ. ഭീഷണിക്കൊപ്പം കൈകൾ അതിലേക്ക് നീട്ടിയതും എല്ലാവരും പേടിച്ചിരുന്നു. പപ്പ തലാഴ്ത്തി നിന്നു. അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അന്ന് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് എത്തിയപ്പോൾ നിന്റെ ഡെലിവറി കഴിഞ്ഞിരുന്നു. വരുണിന് കുറച്ച് സീരിയസ് ആയിരുന്നു. കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ലായിരുന്നു. നിന്റെ അവസ്ഥ കുറച്ച് ഭേദമായെന്ന് കണ്ടപ്പോൾ ഡോക്ടറുടെ സഹായത്തോടെ നിന്നെ ഓസ്ട്രേലിയയിലേക്ക് മാറ്റി. ഇവിടെ വന്നപ്പോൾ അവനെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലൊന്നും അറിയാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവനെക്കുറിച്ചൊന്നും അന്വേഷിച്ചിട്ടില്ല. ഒരു നിമിഷം അറിഞ്ഞ കാര്യങ്ങൾ അവൾ വല്ലാതെ തളർത്തി. എന്തിനാ പപ്പ എന്നെങ്ങനെ ഇഞ്ചിഞ്ചായി കൊന്നത്? പറഞ്ഞുകൂടായിരുന്നു? എപ്പോഴെങ്കിലും തമാശക്കെങ്കിലും എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു? ഞങ്ങൾ പിരിച്ചപ്പോ എന്താ കിട്ടിയത് നിങ്ങൾക്കൊക്കെ? എന്താ കിട്ടിയത് നിങ്ങൾക്കൊക്കെ? ഏങ്ങലടിയോടെ അവൾ നിലത്തേക്കിരുന്നു. അച്ഛനെ തലതാഴ്ന്നിരുന്നു. ഞാൻ കണ്ടു, എൻ്റെ ഇച്ചായനെ ഞാൻ കണ്ടു പപ്പ. എൻ്റെ അച്ചായന് ഇപ്പോഴൊരു അവകാശമുണ്ട്. അവർക്കൊരു കുഞ്ഞു. എനിക്ക് ആരാവുള്ളേ? എനിക്ക് ആരുമില്ല. എന്നും ഒറ്റക്ക, ഇനി ഒറ്റക്ക. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാ ഞാൻ. എന്നെ കാത്തിരിക്കുക. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞല്ലോ. അവൾ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞല്ലോ. ഞാൻ പോവാ, എനിക്ക് പോവണം. എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞവൾ പുറത്തേക്ക് പോയിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെ റോഡിലേക്ക് ഇറങ്ങി ഓടി. ആൽബിനും ഡെയ്സിയും അവൾക്കൊപ്പം ഓടിയിരുന്നു. പാഞ്ഞു വരുന്ന ബസ്സിന് മുന്നിലേക്ക് എടുത്ത് ചാടുന്നവളെ ആ കൈകൾ തടഞ്ഞു വെച്ചിരുന്നു. ആൽബിൻ അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു. അവളെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അയാളുടെ കയ്യിൽ കിടന്ന് കുതിർന്നുണ്ടായിരുന്ന അയാൾ അവളെ വലിച്ച് മുറിയിലേക്ക് തള്ളിയിട്ടു. അച്ചായ, ഞാൻ ഒറ്റക്കായി. എല്ലാവരും എന്നെ ഒറ്റക്കാക്കി. എനിക്ക് ആരുമില്ല അച്ചായ. ഞാൻ പോവാ. നമ്മുടെ കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോവാ. വയ്യ. അവൾ നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്നു. എപ്പോഴോ കണ്ണുകളിൽ ഉറക്കം വന്ന് മൂടിയിരുന്നു. തണുപ്പേറ്റ് അവിടെ കിടക്കുമ്പോൾ ചുണ്ടുകളിൽ നിറഞ്ഞിരുന്നത് അവളുടെ അച്ചായനും കുഞ്ഞും മാത്രമായിരുന്നു. രാത്രി കുറെ വൈകിയായിരുന്നു ആൽബിൻ തിരിച്ചു വന്നു. ആ അച്ഛൻ്റെ അവസ്ഥ ഓർക്കെ അവനും വേദന തോന്നിയിരുന്നു. എൻ്റെ കുഞ്ഞിന് ഞാൻ കാരണമാണല്ലോ മാതാവേ ഈ അവസ്ഥ വന്നത്. എൻ്റെ സ്വാർത്ഥത, എൻ്റെ വാശി. അയാൾ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു. വെറുതെ ആവശ്യമില്ലാത്തൊന്ന് ഓർക്കാ ചെന്ന് കിടക്കാൻ നോക്ക്. പപ്പ ചെന്നേ. അമ്മേ. കണ്ണുകൊണ്ട് അമ്മയോട് പപ്പയെ കൊണ്ടുപോകാൻ പറഞ്ഞ് അവൻ അകത്തേക്ക് പോയിരുന്നു. അടച്ചിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറി. നിലത്തായി കിടക്കുന്നവളെ വാരിയെടുത്തവൻ കട്ടിലേക്ക് കിടത്തി അവിടെ മുടിയഴകളിൽ തലോടിക്കൊണ്ടിരുന്നു. എന്തോ അവളെ ഓർക്കെ പേടി തോന്നിയതും അവൾക്ക് കാവലായി കട്ടിൽ തന്നെ ഇരുന്നു. രാവിലെ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഡെയ്സി ഒരുങ്ങാനായി പറഞ്ഞയച്ചു. എന്തിനായി ചേച്ചി? എന്നെ കൊണ്ട് വയ്യ. എനിക്കൊന്ന് ഒറ്റയ്ക്ക് നിന്നാ മതി. പറയുന്നതിനോടൊപ്പം കട്ടിൽ തന്നെ ഇരുന്നു. എന്നാതിനാ നീ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ചെന്ന് ചാവാനോ? ചാത്താ തീരുവോടി നിന്റെ പ്രശ്നം. ഞാൻ 15 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് നീ ഒരുങ്ങി വന്നില്ലെങ്കിൽ പിന്നെ ഈ കോളത്തിൽ പൊക്കി എടുത്തുകൊണ്ടോ നിന്നെ. ചാവുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞോ. എന്നിട്ട് നീ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോ. ഡെയ്സി വാ. അവളെ താക്കിയതോടെ നോക്കിയവൻ ഡെയ്സിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് നടന്നു. ഒന്ന് കുളിച്ച് കയ്യിൽ തടഞ്ഞ സാരി എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു.
പുറത്തവളെ കാത്ത എല്ലാവരും ഒരുങ്ങി നിൽപ്പുണ്ടായിരുന്നു. ആൽബിനൊപ്പം പപ്പ മുന്നിൽ കയറിയിരുന്നു. അമ്മയുടെയും ഡെയ്സിയുടെയും നടുക്കാനും. തണുത്ത കാറ്റ് തട്ടിയതും അവൾ ഉറങ്ങിയിരുന്നു. ആരോ തട്ടി വിളിക്കുന്നത് കേട്ടതും കണ്ണു തുറന്ന് നോക്കി. ഒരു പഴയ തറവാട് വീടിന് മുമ്പിലായി കാറ് നിർത്തിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയതും ഓർമ്മയിൽ എവിടെയോ ഇപ്പോഴും ഉണ്ട് ആ വീട്. ചുറ്റുമും നോക്കിയതും മനസ്സിലായി. ഇച്ചായൻ്റെ മുഖത്തേക്ക് സങ്കടത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനില്ല, എനിക്ക് കാണണ്ട, ഞാൻ വരില്ല. വാശിയോടെ വീണ് കാറിലേക്ക് കയറാൻ നിന്നു. ആൽബിൻ അവിടെ കയ്യിൽ പിടിച്ചു വെച്ചിരുന്നു. ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. എന്നാത്തിനാ ഇച്ചായ, ഇനി എന്തിനാ ഞാൻ കാണുന്നേ? ഇനി എൻ്റെ അച്ചായനെ നേരിടേണ്ട ചിലപ്പോൾ ഞാൻ ആർക്കും വിട്ടുകൊടുത്തൊന്നും വരില്ല. ആ കുടുംബം കൂടി തകർക്കാൻ വയ്യ എനിക്ക്. ഒരു കുഞ്ഞിനെ അനാഥനാക്കാൻ വയ്യ. അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്ന് അവൾ കരഞ്ഞു. ചുറ്റും നിന്നവർ കണ്ണുനീർ തുടച്ച് അവളെ സങ്കടത്തോടെ നോക്കി നിന്നു. വാ. അവളുടെ കയ്യിൽ പിടിച്ച് അവൻ മുന്നേ നടന്നു. പുറകെ മറ്റുള്ളവർ. മുറ്റത്തെത്തിയപ്പോഴേ വീടിനകത്തു നിന്ന് കൊഞ്ചിച്ചിരിക്കുന്ന ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ ചിരിയും കൊലുസിൻ്റെ കിലുക്കവും കേട്ടു. അതിൻ്റെ ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേട്ടതും കൊതിയോട് അകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ഒരു കുഞ്ഞ് നിക്കറുമിട്ട ആ കാന്താരി പൊട്ടിച്ചിരിയോട് അവരുടെ മുന്നിലേക്ക് എത്തിയിരുന്നു. കണ്ടപ്പോഴേ മനസ്സിലായി കുളിച്ചു കഴിഞ്ഞ് വരുവാണെന്ന്. എൻ്റെ അച്ചായൻ്റെ കുഞ്ഞ്. അകത്തുനിന്ന് വരണിൻ്റെ ഒച്ച അടുത്തടുത്ത് വരുന്നത് കേട്ടു. ദേ പൊടിമോളെ വന്നേ, അച്ഛൻ്റെ ചക്കരയല്ലേടാ. അമ്മയോട് പറഞ്ഞു കൊടുക്കൂട്ടോ. ദേ ഈ ഉടുപ്പിട്ടിട്ട് അച്ഛൻ്റെ സുന്ദരിക്ക് പൊട്ടു വെക്കണ്ടേ? അമ്മയെ പോലെ സുന്ദരി ആവണ്ടേ? വന്നേ. ഒരു കുഞ്ഞു പനിയനെ കയ്യിൽ പിടിച്ചവൻ ഉമ്മറത്തേക്ക് നടന്നു. അച്ഛേ ആ ഉമ്മർന്ന് വിളിച്ചു പറഞ്ഞു. ആഹാ, കള്ളിപ്പെണ്ണ് ഇവിടെ ഉണ്ടായിരുന്നോ? വാതിൽ കടക്കുന്നതിന് മുമ്പ് തന്നെ കണ്ടു പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മോളെ. ഉമ്മറത്തേക്ക് വന്നു മുന്നിൽ നിൽക്കുന്ന ആളുകളെ കണ്ട് ആദ്യമൊന്ന് ഞെട്ടി അവരെ നോക്കി. പിന്നെ മുറ്റത്ത് അവർക്കൊപ്പം നിൽക്കുന്ന ആ രൂപത്തിലേക്ക് അവനൊന്ന് നോക്കി. ഒരു നിമിഷം ശ്വാസം വിലങ്ങി. നെഞ്ച് നേറിക്കൊണ്ടിരുന്നു. വീണ്ടും വീണ്ടും ആ രൂപം കാണാൻ കയ്യിലെ കുഞ്ഞിൻ്റെ ഉടുപ്പിനൊപ്പം ഉണ്ടായിരുന്ന കൺമഷിയും പൗഡറും നിലത്തേക്ക് തെറിച്ച് വീണു. ഭിത്തിയിലേക്ക് ചാരി നിന്നവൻ ഇമച്ചിമ്മാതെ ആ മെലിഞ്ഞുണങ്ങിയ രൂപത്തെ കണ്ണീരോടെ നോക്കി നിന്നു. കവിളിനെ നനച്ചുകൊണ്ട് കണ്ണുനീർ ഒഴുകിയിറങ്ങി. കുഞ്ഞിപ്പെണ്ണ് അപ്പോഴേക്കും പേടിയോടെ അവൻ്റെ കാലിൽ ചെന്ന് ചുറ്റിപ്പിടിച്ചിരുന്നു. അച്ഛേ. കാലിൽ പിടിച്ച് കരയുന്ന കുഞ്ഞിനെ കുറച്ചു നേരത്തിന് ശേഷം വാരിയെടുത്തു. കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ആനിൻ്റെ അടുത്തേക്ക് ചെന്നു ആ മുഖത്തേക്ക് നോക്കി നിന്നു. ആ നിങ്ങൾ വന്നോ? അവനെന്തോ പറയാൻ വന്നു. ആരുടെയോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. മിഥുൻ. എല്ലാവരും സംശയത്തോടെ നോക്കിയവന്. വാ, എല്ലാവരും അകത്തേക്ക് വരുവാ, ബാക്കി ഇരുന്ന് സംസാരിക്കാം. എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവൻ അകത്തേക്ക് പോയി. ആ പഴയ തറവാട് വീടിൻ്റെ അകത്തളത്തിലിട്ട സോഫയിൽ എല്ലാവരും വന്നിരുന്നു. വരുൺ കുഞ്ഞിനെയും കൊണ്ട് മാറിയൊരു കസേരയിലിരുന്നു. കുഞ്ഞവൻ്റെ നെഞ്ചിലേക്ക് ചാരി കിടന്നു. വരുണിൻ്റെ കണ്ണുകൾ ആ മെലിഞ്ഞുടങ്ങിയ പെണ്ണിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ആനിൻ്റെയും കണ്ണുകൾ ആ കുഞ്ഞ് കാന്താരിയെയും തേടിക്കൊണ്ടിരുന്നു. ആ നിങ്ങൾ വന്നോ, ഞാൻ ചായ എടുക്കാം കേട്ടോ. സാരിത്തുമ്പിൽ കയ്യിലെ വെള്ളം തുടച്ചുകൊണ്ട് രേഷ്മ അവിടേക്ക് വന്നു. ആനിൻ്റെ മുഖത്തേക്കും നോക്കി. കൂടെ അവളെ തന്നെ കണ്ണെടുക്കാൻ നോക്കുന്ന വരുണിനെയും. അവരെ കണ്ടപ്പോൾ അറിയാതെ നെഞ്ചിലൊരു വേദന തോന്നിയവൾക്ക്. കുറച്ച് നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മിഥുനും ആൽബിനും ഓരോന്ന് പരസ്പരം ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്ക് രേഷ്മ ചായയുമായി വന്നിരുന്നു. എല്ലാവർക്കും ചായ കൊടുത്തവൾ വരുണിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാരിയെടുത്തു. ആനിൻ്റെ അടുത്ത് നിന്നിരുന്ന രേഷ്മ അവളെ വിളിച്ചതും മിഴികൾ ഉയർത്തി രേഷ്മയെ അവിടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെയും നോക്കിയവൾ അവൾക്ക് കുഞ്ഞിനെ നീട്ടിക്കൊടുത്തു. കുഞ്ഞിനെ എടുക്കാൻ നിന്നു. കുഞ്ഞവളുടെ കയ്യിലേക്ക് പോവാതെ പേടിയോടെ നിന്നു. ചെല്ലുമോളെ, നിന്റെ അമ്മയാ, എൻ്റെ പൊടിമോളുടെ അമ്മയാ, പേടിക്കണ്ട കേട്ടോ, കുഞ്ഞിൻ്റെ അമ്മയല്ലേ, ചെല്ലു വാവേ ചെല്ല്. രേഷ്മയുടെ വാക്ക് കേട്ടതും ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കിയാൻ. സത്യേച്ചി, വരനേട്ടനെയും ചേച്ചിയുടെയും കുഞ്ഞിനെ പൊടിമോളും ചേച്ചി പ്രസവിച്ച കുഞ്ഞ്. കേട്ടതും ആൻ കുഞ്ഞിനെ വാരിയെടുത്ത മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ഇറുകെ പുണർന്നു. എൻ്റെ കുഞ്ഞാട, അമ്മയാട, കുഞ്ഞിൻ്റെ അമ്മയെ വിളിക്കാവോ പൊന്നെ? ഒരു തവണ വിളിക്കാവോ? അമ്മയെന്നൊന്ന് വിളിക്കാവോ? എൻ്റെ മോളൊന്ന് വിളിക്കാവോ? ആ കുഞ്ഞി കവിളിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. രേഷ്മയും വരുണയും നോക്കിയതും അവർ തലയാട്ടി സമ്മതം അറിയിച്ചു. അമ്മ, മോളെ ഒന്നുകൂടി വിളിക്കാവോ? വീണ്ടും ചോദിച്ചതും ആ കുഞ്ഞ് വീണ്ടും അമ്മയെന്ന് വിളിച്ചുകൊണ്ടിരുന്നു. അമ്മയെ അറിയാവോ കുഞ്ഞിന്? ചോദ്യം കേട്ടത് അവളുടെ മടിയിൽ നിന്ന് ഊർന്നിറങ്ങി ആ കുഞ്ഞ് മുറിയിലേക്ക് ഓടി. എല്ലാവരും സംശയത്തോടെ ആ മുറിയിലേക്ക് നോക്കി നിന്നു. കുറച്ച് സമയത്തിന് ശേഷം ഒരു കുഞ്ഞ് ഫോട്ടോയും കൊണ്ടുവന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു. എൻ്റെ അമ്മയാ അല്ലേ അച്ഛേ? ഈ അമ്മയാണോ ഇത്? ആ കുഞ്ഞിന്റെ ചോദ്യം കേട്ടതും കണ്ണീരിനിടയിലും ചിരിയോടെ ആ കുഞ്ഞിനെ നോക്കി ഉത്തരമായി മെല്ലെ മൂളിക്കൊണ്ട് തലയാട്ടി. അമ്മ ഉണ്ണിക്കണ്ണൻ്റെ അടുത്ത് പോയി വരാനോ? അച്ഛാ പറഞ്ഞല്ലോ ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് അമ്മ പോയിന്ന്.
ആണോ അമ്മ? കേട്ടതും വീണ്ടും തലയാട്ടി. ചുറ്റും നിന്നവർക്കൊന്നും തന്നെ മനസ്സിലായില്ല. അന്ന് വരുണിന് ആനും ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ അമ്മക്ക് വയ്യാതായതുകൊണ്ട് നാട്ടിലായിരുന്നു. എന്നെ മായ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കാര്യമൊക്കെ അറിഞ്ഞു. വരുണ ആനിന് കുറച്ച് സീരിയസ് ആണെന്ന് അറിഞ്ഞു. ആനിൻ്റെ ഡെലിവറി കഴിഞ്ഞെന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംശയം ഉണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ മായ എന്നോട് പറഞ്ഞു ആനിൻ്റെ പപ്പ അവിടേക്ക് വന്ന കാര്യമൊക്കെ. പിന്നെ ആനിൻ്റെ ചികിത്സക്കായി ഓസ്ട്രേലിയയിലേക്ക് പോയത്. കുഞ്ഞിൻ്റെ കാര്യത്തിലും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈശ്വരാനുഗ്രഹം കൊണ്ട് രണ്ടുപേരും രക്ഷപ്പെട്ടു. പിന്നെ എപ്പോഴും കേട്ടു ആൻ മരിച്ചുപോയെന്നൊക്കെ. അടക്കൊക്കെ അവിടെ തന്നെ കഴിഞ്ഞു വന്നു. വരുണ് കണ്ടുവരുന്ന പാതി അന്വേഷിച്ച ആനായിരുന്നു. ആദ്യം പറയാൻ മടിച്ചിരുന്ന ആൻ്റെ മരണം അവളുടെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയതാണെന്ന് മാത്രം പറഞ്ഞു. പിന്നെ അവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതായപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. ആദ്യം ഒരു വലിയ ഷോക്കായിരുന്നു. കുഞ്ഞിനെ പോലും നോക്കാതെ വല്ലാത്തൊരവസ്ഥ. അന്ന് കുഞ്ഞിനെ നോക്കിയത് വരുണിനെ ചികിത്സിച്ചൊക്കെ രേഷ്മയോടെ അച്ഛനുമായിരുന്നു. അവനെ കാണാൻ ഞാൻ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. കുഞ്ഞിനായതുകൊണ്ട് തന്നെ രേഷ്മയെ വലിയ കാര്യമാണ്. കഴിഞ്ഞ വർഷം വരുണിൻ്റെ അമ്മ മരിച്ചു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഇവള് തന്നെയായിരുന്നു നോക്കിയത്. അത് കേട്ടത് ആൻ്റെ പപ്പയുടെ തല അഴിഞ്ഞിരുന്നു. എൻ്റെ തറവാടിൻ്റെ മാനം പോകുന്ന കണ്ടപ്പോൾ കുഞ്ഞ് ചിലപ്പോൾ രക്ഷപ്പെട്ട അച്ഛനില്ലാത്തൊരു കുഞ്ഞിനെയും കൊണ്ട് അവൾ വീട്ടിലേക്ക് കയറി വന്ന നടക്കാൻ പോകുന്ന ചോദ്യങ്ങൾ കേൾക്കാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടാ അന്ന് ഞാൻ അങ്ങനെ ഒരു കള്ളം പറഞ്ഞത്. കാലങ്ങൾ കഴിയുമ്പോൾ അവൾക്ക് മാറ്റം വരുമെന്ന് കരുതി. പക്ഷേ എൻ്റെ പ്രതീക്ഷയൊക്കെ പോയി. എൻ്റെ കൊച്ചിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവളൊരു ഭ്രാന്തിയായപ്പോൾ ഞാൻ വരുണിനെ കുറേ അന്വേഷിച്ചിരുന്നു. പക്ഷെ ഒരു വിവരം അറിയാൻ പറ്റിയില്ല. ഇത്രയും കാലം ഉരുകി തീരുകയായിരുന്നു ഞാൻ എൻ്റെ പാപത്തിൻ്റെ ഭാരം കൊണ്ട്. കേട്ടതും ആൻ കുഞ്ഞിനെ വീണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ ഓരോ വാക്കുകളും നെഞ്ചിൽ തറഞ്ഞുകൊണ്ടിരുന്ന ആനിൻ്റെ. നമുക്ക് പോവാം പപ്പ. കുഞ്ഞിനെ വീണ്ടും ഉമ്മയിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. അമ്മ പറ്റും പോലെയൊക്കെ വരാട്ടോ എൻ്റെ പൊന്നിനെ കാണാൻ. ഈ അമ്മ പറയുന്നൊക്കെ കേൾക്കണേ. നല്ല കുട്ടിയായിട്ട് പഠിച്ച് വലിയ ആളായി അമ്മയെ കാണാൻ വരണേ. എൻ്റെ കുഞ്ഞ് രശ്മി, എൻ്റെ കുഞ്ഞിനെ ഇനി പൊന്നുപോലെ നോക്കണേ. നീ നോക്കുന്നറിയാം. മെല്ലെ അവളെ നോക്കിയൊന്ന് ചിരിച്ച് കണ്ണീർ തുടച്ച് വരുണിനെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൾ പുറത്തേക്ക് നടന്നു. കാറിൽ കയറിയിരുന്ന് വീണ്ടും ആർത്തലച്ച് കരഞ്ഞു. തലയിൽ ആരോ തലോടുന്ന പോലെ തോന്നിയെങ്കിലും മുഖമുയർത്തി നോക്കിയില്ല. അന്ന് കൊച്ച് കാതിൽ വന്ന് വീണ വാക്കുകൾ കേട്ടതും ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് മുഖമുയർത്തി നോക്കി. ആ വരും സുഖാണടാ. നമ്മുടെ മോളെ നോക്കണേ. രേഷ്മ നല്ല കുട്ടിയാണ്. അവളെ എന്നേക്കാൾ കൂടുതൽ സ്നേഹിക്കണം. നമ്മുടെ മോളെ മറക്കല്ലേടാ. നീ മറക്കില്ല. ഇത്രയും കാലം നീ പൊന്നുപോലെ നോക്കിയില്ല നമ്മുടെ കുഞ്ഞിനെ. സന്തോഷമായി എനിക്ക്. ഇനി എന്നേക്കാൾ കൂടുതൽ നോക്കാനും സ്നേഹിക്കാനും നിനക്ക് കഴിയും. നീ ചെല്ല്. എന്തൊക്കെയോ പറയുന്നവളെ കുറേ നേരം നോക്കിയിരുന്നു വരും. നീ വാ. വീണ്ടും അവളുടെ കൈ പിടിച്ച് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. അകത്ത് ഹാളിലായി നിരനിൽക്കുന്നവരുടെ മുന്നിലേക്കുള്ള വലിച്ചിട്ടു. എടാ മിഥുനെ, രേഷ്മയെ ഞാൻ ഇവളേക്കാൾ കൂടുതൽ സ്നേഹിക്കണമെന്ന്. ഞാൻ സ്നേഹിച്ചോട്ടെടാ. മിഥുനെ രേഷ്മയെ നോക്കി ചോദിച്ചു. മിഥുൻ ചിരിയോടെ രേഷ്മയെ അടക്കി പിടിച്ചു. പൊന്നു പെങ്ങളെ, എനിക്കാകെയുള്ള മുതലായത്, ചതിക്കല്ലേ. ആനിനെ നോക്കി കൈകൾ കൂപ്പിയതും ഒന്നും മനസ്സിലാവാതെ നോക്കി. എൻ്റെ അന്നകൊച്ച് മിഥുൻ്റെ കെട്ടിയോള രേഷ്മ എൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ വന്ന് പ്രേമിച്ച് കിട്ടിയതാ. പിന്നെ പെങ്ങളെപ്പോലെ കാണുന്നവളെ കെട്ടാൻ മാത്രം വൃത്തികെട്ടവനല്ല ഞാൻ. അതിന് കഴിയായിരുന്നെങ്കിൽ എനിക്ക് ആക്സിഡൻ്റായി കഴിഞ്ഞപ്പോൾ എനിക്ക് കെട്ടായിരുന്നു ഇവിടെ. എല്ലാവരും പറഞ്ഞതായിരുന്നു, കൂട്ടത്തിൽ ഇവളും. പക്ഷെ അന്നും എൻ്റെ ഉള്ളിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇവൾക്ക് പിന്നെ മനസ്സിലായി. അവളും മനസ്സിലാക്കി. ഇനിയും അങ്ങനെ വരൂ. എൻ്റെ അച്ചായത്തെ പെണ്ണിനെ മറന്നിട്ടൊരു ജീവിതമില്ലടി നിൻ്റെ ഈ നായർക്ക്. നിന്റെ അച്ചായനൊന്നും നിൻ്റെ അല്ലടി. പിന്നെ എങ്ങനെ ഞാൻ പ്രേമിക്കടി അവളെ? അതിനാണോ ഈ പൊടിക്കുഞ്ഞിനെ പോലും അവളുടെ അമ്മയെപ്പറ്റി പറഞ്ഞു കൊടുത്ത് വളർത്തിയത്? നഷ്ടപ്പെട്ടെന്ന് കരുതി ഒരു പകരക്കാരെ കണ്ടുപിടിക്കൂടി നിന്റെ അച്ചായൻ. ഇത്രയും കാലം എനിക്ക് എൻ്റെ കുഞ്ഞും അവൾക്ക് ഞാനും ഞങ്ങൾക്ക് നീയും ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. കേട്ടതും കണ്ണീരോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടന്നു. പുൻചിരിയോടെ അവൻ്റെ മുഖം നിറയെ ഉമ്മകൾ കൊണ്ട് മൂടി. അച്ഛേ. ആ കുഞ്ഞിപ്പെണ്ണിൻ്റെ കുറുമ്പ് നിറഞ്ഞ വിളിയാണ് അവർക്ക് ഓർമ്മ വന്നത്. ചുറ്റും നിന്നവരൊക്കെ ചിരിയോടെ നോക്കി നിൽക്കുന്നുണ്ട്. വരുൺ കുഞ്ഞിനെ വാരിയെടുത്തു. അവളെയും ചേർത്ത് അടക്കി പിടിച്ചു. കുഞ്ഞിപ്പെണ്ണ് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു. അമ്മ ഇനി ഉണ്ണിക്കണ്ണൻ്റെ അടുത്തേക്ക് പോവില്ലല്ലോ അമ്മ. എന്നെ അച്ഛയെ ഒറ്റയ്ക്കിട്ട് പോവുമോ? കേട്ടതില്ലെന്ന് തലയാട്ടി കാണിച്ചു. അവളെ സന്തോഷത്തോടെ ഇറുകെ പുണർന്നു. കുഞ്ഞിൻ്റെ കളിച്ചിരികൾ നോക്കി കാണുകയായിരുന്ന ആനിൻ്റെ പപ്പ. അറിയാതെ അയാളുടെ കണ്ണുകളിൽ നീർപ്പൊടിഞ്ഞു. പശ്ചാത്താപത്തോടെ അതിലേറെ സങ്കടത്തോടെ കുഞ്ഞിനെ അടക്കി പിടിച്ചു. അയാളുടെ സങ്കടം മനസ്സിലാക്കിയ ആൽബിൻ അയാളുടെ തോളിൽ പിടിച്ച് കണ്ണുകൾ കൊണ്ട് സമാധാനിപ്പിച്ചു. കുഞ്ഞിനെ താഴത്തും തറയിലും വെക്കാതെ കൊണ്ടു നടക്കിയായിരുന്ന ആനിൻ്റെ വീട്ടുകാർ. എല്ലാവരെയും യാത്രയാക്കി അവർ മുറിയിലേക്ക് കയറി. മുറിയിൽ തെളിഞ്ഞു കത്തുന്ന തൻ്റെ ഫോട്ടോക്ക് മുന്നിലെ വിളക്കണച്ചു. അതിൽ ചാർത്തിയ മാലയെ ഊരി മാറ്റി. ഇത്രയും കാലം ഈ ഫോട്ടോ കടാടോ ഞാൻ പരാതി പറഞ്ഞിരുന്നു. നമ്മുടെ മോളുടെ കുറുമ്പും കുസൃതിയും എല്ലാം വിശ്വസിക്കാൻ വയ്യടി. എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായ പ്രാണനെ തിരിച്ചിട്ട് ഓർക്കുമ്പോൾ വിശ്വസിക്കാൻ വയ്യ. ഒരുപാട് നൊന്തോടി അന്നെ രേഷ്മയ്ക്കൊപ്പം കണ്ടപ്പോൾ.
അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു. ദാ ഇവിടെ ഈ നെഞ്ചിൽ കത്തി കുത്തി ഇറങ്ങിയിരുന്നപ്പോൾ കളഞ്ഞുപോയത് തിരിച്ചു പിടിക്കാൻ ഓടി വരുമ്പോൾ വേറൊരു പെണ്ണാ തോളിച്ചാരി കിടക്കുന്ന കാണുമ്പോൾ ഈ ഭൂമി പിളർന്നു പോയാൽ മതിയെന്ന് തോന്നിയിരുന്നു. സ്വന്തം കുഞ്ഞാണെന്ന് കരുതി ഓടി വന്നപ്പോൾ മറ്റൊരു പെണ്ണിനെ ആ കുഞ്ഞ് അമ്മയെന്ന് വിളിച്ചപ്പോൾ ആ പ്രതീക്ഷയും നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. പക്ഷേ ഇപ്പോൾ അവളെൻ്റെ പെങ്ങളല്ലേടി. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. മോൾക്കും വാശി, അവളും കൂടി വരണം. അങ്ങനെ വന്നതാ അവൾ ഞങ്ങളുടെ കാറിൽ. മോൾക്ക് ബീച്ച് കാണുമെന്ന് പറഞ്ഞപ്പോൾ വന്നതാ അവിടെ. അപ്പോഴാണ് അവൾക്കൊരു വയ്യായിക. മിതും വെള്ളം വാങ്ങാൻ പോയതായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ വയ്യ അച്ചായ. കൊതിയാവ്, ഒത്തിരി കൊതിയാവ്. നമ്മുടെ മോളുടെ കൂടെ എൻ്റെ അച്ചായൻ്റെ കൂടെ ജീവിക്കാൻ വല്ലാതെ കൊതിയാവുക. ഈ ഓരോ നിമിഷവും എനിക്ക് വിലപ്പെട്ടതാണ്. എൻ്റെ കുറേ കാലത്ത് കണ്ണുനീരിൻ്റെ ഫലം. മാതാവിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. എനിക്കും എന്നെ കുറിച്ച് നമ്മുടെ മോളെ നെഞ്ചോടക്കി പിടിച്ച് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് പരാതി പറഞ്ഞിട്ടുണ്ട്. എന്തിന് ഈശ്വരന്മാരെ പോലും വെറുത്തിട്ടുണ്ട്. കുഞ്ഞ് വിശന്ന് ബഹളം വെച്ച് കരയുമ്പോൾ കൂടുതൽ ഞാനും ചങ്ക് കൂട്ടി കരഞ്ഞിട്ടുണ്ട്. എന്നെ നമ്മുടെ മോളെ ഒറ്റക്കാക്കി പോയി നിന്നോട് പിണങ്ങിയിട്ടുണ്ട്, പരിഭവിച്ചിട്ടുണ്ട്. ഇനി ജീവിക്കാടി ഈ നായരി ചക്കൻ്റെ അച്ചായത്തി പെണ്ണായിട്ട്, ഈ അച്ചായൻ്റെ അന്ന കൊച്ചായിട്ട് നമ്മുടെ മോളുടെ കൂടെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം. അവൻ അവളെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞത് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കിടന്നു. ചിരിയോടെ അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. തിണ്ണയിൽ മോളുടെ കൂടെ ഇരുന്ന് കളിക്കുന്ന രേഷ്മയെയും മിഥുനെയും നോക്കി ചിരിയോടെ കൈകളിൽ കൈ ചേർത്ത് മോളുടെ കൊഞ്ചലും ചിരിയും നോക്കി നിന്നു.